സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പഠിക്കാനുള്ള അവസരമാണ് CUET കൊണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലേക്ക് കൂടുതൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളെ കരിയറിൽ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കരിയർ കൊണ്ട് നമുക്കൊരു ടേണിംഗ് പോയിൻ്റാണ് കിട്ടേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ സ്റ്റുഡൻസാണ്, നമ്മൾക്ക് അധ്യാപകരായിട്ടുള്ളവരാണ്. നമ്മൾ ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൊട്ടൻഷ്യലുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിലും നമ്മളിതിൻ്റെ പുറത്തൊക്കെ ഉണ്ട്. അവർക്ക് അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പലപ്പോഴും പല ആളുകളും, മുതിർന്ന ആളുകൾ അങ്ങനെ ഉണ്ട്. അവർക്ക് ചെറിയൊരു സ്പാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയേനെ എന്നുള്ള അത്തരത്തിലുള്ളൊരു വലിയൊരു അനുഭവങ്ങൾ, ഒരവസരമാണ് ഇത്തരത്തിൽ ഫോർലിങ്കോ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇതിനിടയ്ക്ക് നമ്മളെ പരിചയങ്ങളിൽ 2-3 വർഷങ്ങളിലായിക്കൊണ്ട് പല യൂണിവേഴ്സിറ്റികളിലും, ഇഫ്ലു പോലെ, JNU പോലെ, AMI, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെ, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെ, എണ്ണമറ്റ മനു പോലെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ അവസരം കിട്ടുകയും മാത്രവുമല്ല, അറബി ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ പോലെ മൾട്ടിനാഷണൽ കമ്പനികളിലും അതുപോലെ അറബിക് മറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫേമുകളിലൊക്കെ വലിയ ജോലിയിൽ വിരാജിക്കുന്ന ഒരുപാട് ആളുകൾ വളരെ ചെറിയ പ്രായത്തിൽ അത് എത്തിപ്പിടിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, നമ്മളെ രാജ്യത്ത് ഇന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാകാൻ നമ്മളെക്കൊണ്ട് പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു ഗേറ്റാണ്, ശരിക്കും ചെറിയൊരു എൻട്രിയാണ് ഇവിടെ തുറക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓറിയൻറ്റേഷൻ വളരെ കൃത്യമായി കേൾക്കണം, അനുഭവങ്ങൾ കേൾക്കണം. ഇത് അനുഭവിച്ചറിഞ്ഞ, നിങ്ങളെപ്പോലെ പ്രായത്തിൽ 1, 2, 3 വയസ്സൊക്കെ വ്യത്യാസത്തിലുള്ള നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരിമാരും പറയുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാ അറബി ഭാഷാ പ്രേമികളെയും സഹോദരന്മാരെയും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, നമ്മളോട് ഇതുമായി സംബന്ധിച്ചുകൊണ്ട് ആദ്യമായിക്കൊണ്ട് നമുക്ക് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അനുഭവങ്ങളെ വളരെ ഹൃദ്യമായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ, ആദ്യം നമ്മൾ ഇതിൽ പറഞ്ഞാൽ, ഐ തിങ്ക് ബാഹിർ ഇതിലുണ്ടോ നമ്മളെ കൂടെ? ബാഹിർ മുഖ്താർ. നിലവിൽ മൗലാന ആസാദ് ഈ ഉറുദു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ 2023 മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത ആളാണ്. നിലവിൽ സൗത്ത് ഇന്ത്യയിലുള്ള ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അറബി ഭാഷ അല്ലെങ്കിൽ അറബി പഠിക്കാൻ പറ്റിയ ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി. ഹൈദരാബാദിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ജസ്റ്റ് യൂണിവേഴ്സിറ്റിനെ പറ്റി ഒരു ഓവർ വ്യൂ തരാം. നിലവിൽ 1998 പാർലമെന്റ് ആക്ട് പ്രകാരം ഉറുദു ഭാഷയെ പ്രൊമോട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ വൊക്കേഷണൽ, അതുപോലെ തന്നെ ടെക്നിക്കൽ തിങ്സിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മാനു. ഹൈദരാബാദിലെ ഗച്ചിബോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. 8 സ്കൂളുകളാണ് നിലവിൽ മാനുവിലുള്ളത്. സ്കൂൾ ഓഫ് ലാംഗ്വേജ്, അതുപോലെ തന്നെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, അതുപോലത്തെ 8 സ്കൂളുകളാണ്. ലോ അടക്കം കഴിഞ്ഞ വർഷം ലോ ഉൾപ്പെടെ ക്യാമ്പസിൽ പുതുതായിട്ട് വന്ന കോഴ്സാണ്. അതുപോലെ തന്നെ വുമൺ സ്റ്റഡീസ് സെന്റർ ഫോർ ഉറുദു, അതുപോലെ തന്നെ അൽബിറൂണി സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂസീവ് പോളിസി, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏക ഡെക്കാൻ സ്റ്റഡീസിന്റെ ഡിപ്പാർട്ട്മെന്റുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ നിലവിൽ ക്യാമ്പസിന് 3 ക്യാമ്പസുകളാണുള്ളത് പുറത്ത്. മെയിൻ ക്യാമ്പസ് ആയിട്ട് ഹൈദരാബാദും, അതുപോലെ തന്നെ ഓഫ് ക്യാമ്പസുകളായിട്ട് ലക്നൌവിലും അതുപോലെ തന്നെ ശ്രീനഗറും 3 ക്യാമ്പസുകളാണ് നിലവിൽ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിക്കുള്ളത്. അതുപോലെ തന്നെ ക്യാമ്പസിൽ ITI, പോളി, അതുപോലെ തന്നെ BTech തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളും നിലവിൽ അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ തന്നെ ITIക്ക് കേരളത്തിന് പുറത്തും, അതുപോലെ തന്നെ ഹൈദരാബാദിന് പുറത്തും, ബീഹാർ, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഇവിടെയൊക്കെ ഓഫ് ക്യാമ്പസുകളുണ്ട്. മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിലവിൽ ഉറുദു പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ കോഴ്സുകൾ എൻറോൾ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഉറുദു പ്രൊമോട്ടിംഗ് യൂണിവേഴ്സിറ്റി ആയിട്ട് സ്ഥാപിച്ചത് കൊണ്ട് തന്നെ നിലവിൽ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 ഡിഗ്രി ഈ തലത്തിൽ ഏതെങ്കിലും തലത്തിൽ ഉറുദു ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ കോഴ്സുകൾ എൻറോൾ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇതിന് എക്സെപ്റ്റ് ഉള്ളത് 3 കോഴ്സുകൾക്ക് എക്സെപ്റ്റ് ഉണ്ട്. അറബി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, ഈ 3 ഭാഷകൾക്കും ഉറുദു പഠിച്ച് വന്ന ഒരാളാവണമെന്നില്ല. ക്യാമ്പസിൽ എത്തിയതിനു ശേഷം ഉറുദു സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായാൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഗ്രാജുവേഷൻ കിട്ടും. അതുപോലെ തന്നെ ക്യാമ്പസിൽ എൻറോൾ ചെയ്തതിനു ശേഷം നമുക്ക് ഒരുപാട് പാർട്ട് ടൈം കോഴ്സുകൾ നിലവിൽ മാനുവൽ അവൈലബിൾ ആണ്. ഒരുപാട് ഫോർ ലാംഗ്വേജുകളുണ്ട്. ഫ്രഞ്ച്, റഷ്യൻ, ടർക്കിഷ്,
അതുപോലെ തന്നെ പേർഷ്യൻ, അതുപോലെ തന്നെ അറബി ഉണ്ട്, അതുപോലെ തന്നെ ഉറുദു, തെലുഗു. ഈ ഭാഷകളൊക്കെ നമുക്ക് പാർട്ട് ടൈമുകളായിട്ട് കോഴ്സുകളായിട്ട് നമുക്ക് ക്യാമ്പസിൽ എൻറോൾ ചെയ്തതിനു ശേഷം നമുക്ക് ചെയ്യാം. ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. ബാനു ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിലവിൽ CUTക്ക് പുറത്താണ് ക്യാമ്പസ് ഉള്ളത്. മെറിറ്റ് ബേസിലാണ് നിലവിൽ ഈ വർഷം വരെ അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്. അറബി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഏകദേശം 8 സ്കൂളുകളും എല്ലാം CUTക്ക് പുറത്താണ്. ഡിഗ്രി കോഴ്സുകൾ CUTയിലാണുള്ളത്, PG കോഴ്സുകൾ CUTക്ക് പുറത്താണ്. ഇപ്പോഴത്തെ ക്യാമ്പസിൽ എൻറോൾ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്ന കുറച്ച് പേഴ്സണൽ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാമ്പസിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റികളുണ്ട്, ജിമ്മ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ 24 hours നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാം ക്യാമ്പസിലുണ്ട്. അതുപോലെ തന്നെ ഓരോ കുട്ടിക്കുള്ള ഇൻഷുറൻസ് പോളിസി 1.5 ലക്ഷം രൂപ വരെ അവരുടെ എല്ലാ മെഡിക്കൽ ക്ലെയിമുകളും ക്യാമ്പസിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. ഇതാണ് നിലവിൽ നമുക്ക് ക്യാമ്പസിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ നമുക്ക് തരാനുള്ളത്. അപ്പോൾ നമ്മൾ CUT ഒരു ഓറിയന്റേഷൻ ആണ്. നിലവിൽ CUTക്ക് പുറത്താണ് മനു യൂണിവേഴ്സിറ്റി ഉള്ളത്. എന്നിട്ട് തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അറബി ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റിയ അവസരമുള്ളത്. നിലവിൽ ഒരുപാട് മലയാളികൾ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്. ഏകദേശം 200-ന്റെ അടുത്ത് മലയാളികൾ ക്യാമ്പസിലുണ്ട്. അതിൽ മെയിനായിട്ടും നമ്മളെ മലയാളികൾ ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ്, അറബി തുടങ്ങിയ കോഴ്സുകൾക്കാണ്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലുണ്ട്, ഇസ്ലാമിക് സ്റ്റഡീസിലുണ്ട്. ഈ കോഴ്സുകളൊക്കെ ധാരാളം മലയാളികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ PhD ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ MPhil കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ യൂണിവേഴ്സിറ്റിയാണ്. ഇതാണ് ക്യാമ്പസിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ തരാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് Q&A സെഷനിൽ അത് സോർട്ട് ചെയ്യാം. اوكي باهر شكرا على كلماتك التشجيعية حول رحاب هذه الجامعة ما شاء الله. നമുക്ക് വലിയ സന്തോഷമാണ്. ബാഹിർ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളോട്. അതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത സംസാരത്തിലുള്ളത് സഫ്വാൻ അലീഗർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം CUET PG അറബിക് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ടാണ് ഇത്തരത്തിൽ ഫോർലിംഗോ ഒരു ഫ്രീ വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം CUET എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാലത്ത് നിരവധി ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ, ഫ്രീ വെബിനാറുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറബിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറബിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായിക്കൊണ്ട് ഇത്തരത്തിലൊരു സമയോചിതമായിട്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച ഈ ഫോർലിഗോ അക്കാദമിക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല. നമുക്കറിയാം ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിൽ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് CUET അറബിക്കുമായിട്ട് ബന്ധപ്പെട്ട് PGക്ക് അതിന്റെ എക്സാം പാറ്റേൺ, സിലബസ്, അതിന് കീഴിൽ വരുന്ന ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് നമുക്ക് അറബിക്ക് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഓവർവ്യൂ, അതായത് ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ CUET എന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അതായത് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരൊറ്റ എക്സാം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പേരിൽ തന്നെ അതുണ്ട്. അതായത് നമ്മളെല്ലാവരും ആദ്യ ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. JNU, DU, IFLU, അതുപോലെ തന്നെ അലിഗഡ്, JMI, ഈ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതത് യൂണിവേഴ്സിറ്റികൾ സംഘടിപ്പിക്കുന്ന എൻട്രൻസ് ടെസ്റ്റുകൾ നേരിട്ട് പോയി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 2-3 വർഷങ്ങളായിട്ട് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംഘടിപ്പിക്കുന്ന ഈ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നുകൊണ്ട്, മലപ്പുറത്ത് നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഏത് ജില്ലക്കാരനാണോ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു സൗകര്യം. അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു CUET എഴുതണം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതായത് ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു വാതിലാണ്. നേരത്തെ മുഹ്സിൻ സർ പറഞ്ഞിട്ട് പോലെ ഒരു വാതിലാണ് നമുക്ക് മുൻപിലുള്ള ഈ ഒരു CUET.
ഇത് ലഭിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മൾ എന്തിന് നാട് വിട്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഇത്തരത്തിൽ പഠിക്കാൻ പോകേണ്ടതിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, നമുക്കറിയാവുന്ന പോലെ ഞാൻ കൂടുതൽ അതിന്റെ അഡ്വാൻറ്റേജസിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലെ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ PG സർട്ടിഫിക്കറ്റ് ആണ്. അതായത് അവിടെ നിന്ന് ലഭിക്കുന്ന നമ്മുടെ സർട്ടിഫിക്കറ്റ് മറ്റുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ നമുക്ക് ഇന്ത്യയിലെ തന്നെ മികച്ച അധ്യാപകരുടെ കീഴിൽ നമുക്ക് PG കോഴ്സ് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ ക്ലാസ് ടൈം, നമ്മുടെ ഉച്ചവരെയുള്ള ഒരു ക്ലാസ് ടൈം, അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. അതുപോലെ ഫ്രീ വൈഫൈ സൗകര്യം, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഹോസ്റ്റൽ, അതുപോലെ ഇതിലുപരി നമ്മുടെ ഇന്ത്യയിലെ തന്നെ മികച്ച അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുകളിലുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്ന ഒരു കേന്ദ്രം കൂടിയാണ് എന്ത്, ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അവിടെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകളെ പരിചയപ്പെടാനും വ്യത്യസ്ത ലാംഗ്വേജുകളെ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമുക്ക് വേണ്ടി തുറന്നു വെക്കുന്നത്. ഇത് ഒരിക്കലും അവിടെ പഠിച്ചതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുക അല്ലെങ്കിൽ നമ്മൾ ഉയർന്ന പൊസിഷനിലെത്തുക സാധ്യമല്ല. അവിടെയൊക്കെ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അവർക്കുള്ളതാണ് വിജയം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വിശാലമായ ലൈബ്രറി സൗകര്യങ്ങൾ, അതുപോലെ തന്നെ രാത്രി ഞാൻ നിലവിൽ അലിഗഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ 3 മണി വരെ നമ്മുടെ ലൈബ്രറി ഓപ്പൺ ആണ്, പകൽ 3 മണി വരെ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വിശാലമായ ലൈബ്രറി സൗകര്യങ്ങൾ, റീഡിംഗ് റൂമുകൾ, ജിംനേഷ്യ, ഇത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഇത്തരത്തിൽ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. പിന്നീട് ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം, ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വിസിബിൾ ആണോ ഇല്ല എന്നുള്ളത് അറിയിക്കട്ടോ. ഓക്കെ, ഇതാണ് CUET എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അതിന്റെ ആയങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സുകൾ നമ്മളൊന്ന് നോക്കാം. അതായത് നിലവിൽ CUET PG വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ജനുവരി 2 മുതൽ ഫെബ്രുവരി 1 വരെയാണ് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ നൽകേണ്ട സമയം നിലവിൽ. അപ്പൊ 2 ആഴ്ചകളോളമായി നമ്മൾ നിലവിൽ വിളിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് നിലവിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേഗം അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഡിഗ്രി കാലഘട്ടമാണ്. ഈ ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിക്കണം അല്ലെങ്കിൽ പോകണം എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ പഠനത്തിന് ഇടയിലൂടെ നമ്മുടെ അക്ഷയയിൽ പോയിട്ട് ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഓരോ ഡേറ്റുകളും, പിന്നെ നമ്മുടെ ഫീ പേയ്മെന്റ്, അതുപോലെ തന്നെ ഇതിന്റെ എക്സാം ഡേറ്റ്, ഇതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സാം പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കണം. ഫീ സ്ട്രക്ചർ ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ടൈമില്ല എന്നതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു സെഷൻ ഉണ്ട്, അതിൽ ദൂരീകരിക്കാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ നമുക്ക് അന്വേഷിച്ചിട്ട് അത് നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ഗ്രൂപ്പിൽ. ഫീ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗം 1400 രൂപ, പിന്നെ OBC ആണെങ്കിൽ 1200, SC ST ആണെങ്കിൽ 1100, PWBD ആണെങ്കിൽ 1000. ഇതിൽ നിന്ന് നമുക്ക് ഒരു വിഷയം മാത്രമല്ല 2 വിഷയം ഒരാൾക്ക് ഈ ഒരു ഫീസിൽ കൂടി നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതായത് നമ്മളൊരു അറബിക് വിദ്യാർത്ഥി, നമുക്ക് അറബി ഈ ഒരു ഫീസ് അടച്ചതോടുകൂടി നമുക്ക് അറബി എക്സാം എഴുതാം. അതോടുകൂടി നമുക്ക് ഏതെങ്കിലും എക്സ്ട്രാ ഒരു സബ്ജക്റ്റ് കൂടി, നമുക്കിപ്പോൾ സൈക്കോളജിയിൽ നമുക്ക് എൻട്രൻസ് എഴുതണം എന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് എഴുതാനുള്ള ഒരു അവസരം ഈ ഒരൊറ്റ ഫീസ് സ്ട്രക്ചറിലുണ്ട്. പിന്നീട് അപ്പുറത്തെ കള്ളിയിലുള്ളത് നമുക്ക് അതിലുപരി നമുക്ക് വേറെ ഏതെങ്കിലും 3-മതോ 4-മതോ വേറെ കോഴ്സിലേക്ക് നമ്മൾ എൻട്രൻസ് എഴുതണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീസ് നൽകിയിട്ട് ആവണം നമ്മുടെ എക്സാം എഴുതേണ്ടത്. പിന്നെ അടുത്തത് എക്സാം പാറ്റേണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ CBT മോഡാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, നമ്മുടെ പേപ്പർ ബേസ്ഡ് അല്ല. അപ്പോൾ കമ്പ്യൂട്ടറിലായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക. അതുപോലെ തന്നെ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തർ ഇത് ഓർത്ത് വെക്കുക. 75 ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യം നമ്മുടെ 2 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മുമ്പൊക്കെ എന്തായിരുന്നു, 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 75 ക്വസ്റ്റ്യൻസ് നമ്മുടെ അറബിക്കും, 25 ക്വസ്റ്റ്യൻസ് ജനറൽ വിഭാഗം, അതായത് ജനറൽ ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ GK പോലത്തുള്ള 25 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഏതാണോ സബ്ജക്റ്റ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് അതിന് ശരി ഉത്തരമായ 4 മാർക്ക് കിട്ടും. പക്ഷെ മൈനസ് മാർക്ക് ഉണ്ട്. അവിടെ 4 മാർക്ക് കിട്ടുന്നിടത്ത് ഒരു തെറ്റുത്തരം നൽകിയാൽ നമുക്ക് മൈനസ് ആകുന്നത് 1 ആണ്. അതായത് കിട്ടിയാൽ 4 മാർക്കും
നമുക്ക് പോയാൽ 1 മാർക്കും. അപ്പം മാക്സിമം നമ്മൾ ക്വസ്റ്റ്യനുകളെ അറ്റൻഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് വിടാതെ. അറിയാത്തതാണെങ്കിലും മാക്സിമം അതിലേക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ സിലബസ് ഓരോന്ന് നോക്കിയാൽ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ഓവറായിട്ടുള്ള ഒരു സിലബസ് ഞാൻ വേഗത്തിൽ പറഞ്ഞ് വെക്കുകയാണ്. ഒന്ന് നമ്മുടെ കാലഘട്ടങ്ങൾ ഉണ്ടാവും, അതായത് അസ്റുൽ ജാഹിലിയ മുതൽ മോഡേൺ ആയിട്ടുള്ള അസ്റുൽ ഹദീസ് വരെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടാവും. പിന്നെ അതിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ വരും, അതുപോലെ തന്നെ അന്നഖുദുൽ അദബുൽ അറബി വരും, മെഹ്ജർ, അതുപോലെ തന്നെ ഗ്രാമറിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഗ്രാമർ, ട്രാൻസ്ലേഷൻ, ഇതൊക്കെയാണ് ഒരു സിലബസ് നമ്മൾ നോക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ NTA ആണ് സംഘടിപ്പിക്കുന്നത്. NTA നടക്കുന്ന ഒരു എക്സാം ആണ് നെറ്റ് എക്സാം. ഈ നെറ്റ് എക്സാമിന്റെ ഒരു ചെറിയ വേർഷനാണ് CUET എന്ന് പറയാം. അപ്പൊ നെറ്റ് എക്സാമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം ഉണ്ടായിരിക്കും, ആ ഒരു ക്വസ്റ്റ്യനായിട്ട് ഒരു ടച്ച് ഉണ്ടാകും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ യൂണിവേഴ്സിറ്റീസ്, ഏതെല്ലാം യൂണിവേഴ്സിറ്റികളാണ് ഈ ഒരു CUET കീഴിൽ അറബിക്കിന് ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അതായത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൈവറ്റ് ഉണ്ടാവും. ഇതിൽ ജവഹർലാൽ നെഹ്റു, JNU, IFLU, ബനാറസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അതിൽ അവസാനത്തിൽ വരുന്ന ഈ ജമ്മു, അതുപോലെ തന്നെ ആസാം, ഇതൊക്കെ പ്രൈവറ്റ് അല്ലെങ്കിൽ മറ്റ് ഏറ്റവും താഴ്ന്നു വരുന്ന യൂണിവേഴ്സിറ്റീസാണ്. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ഉയർന്ന, അതായത് ഏറ്റവും ഉയർന്ന ക്യാമ്പസുകളിലേക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ കോമ്പറ്റീഷൻ ഓരോ വർഷം കൂടുന്നൊരു കോമ്പറ്റീഷൻ കൂടുകയാണ്. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ച് നോക്കിയാൽ മാത്രം കിട്ടുന്ന ഒരു എക്സാം മാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് CUET, ഇൻഷാ അല്ലാഹ്. പിന്നെ അതിൽ നിന്ന് എക്സെപ്ഷണൽ ആയിട്ടുള്ള 2 യൂണിവേഴ്സിറ്റീസ് ആണ് AMU, JMI. ഇവർ രണ്ടുപേരും എന്താ വെച്ചാൽ പ്രത്യേക അവർ നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ്, അതായത് AMUയിൽ അലിഗഡിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അവിടെ അലിഗഡ് സംഘടിപ്പിക്കുന്ന എൻട്രൻസ് ടെസ്റ്റ് നേരിട്ട് പോയി നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അതൊക്കെ എക്സാമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ പറയേണ്ടതുണ്ട്, എക്സാമിനെ കുറിച്ചും എക്സാം പാറ്റേണിനെ കുറിച്ചും അതിന്റെ ക്വസ്റ്റ്യൻസും. അതാണ് ഈ ഫോർലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിന് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർലിംഗോ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുപോലെ തന്നെ JMA അതുപോലെ സെപ്പറേറ്റ് എക്സാമാണ്. അതിൽ നിന്ന് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ബാഹിർ സർ പറഞ്ഞ പോലെ മാനു ഇത് ഒരു മെറിറ്റ് ബേസ്ഡ് ആണ്, നമ്മുടെ ഡിഗ്രി മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദ്യോത്തര സെഷനിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ JNUവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഫാത്തിമ റഫീദ ഇന്ന് JNUവില് PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാത്തിമ റഫീദയെ കുറിച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഫാത്തിമ റഫീദ. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് സംസാരിക്കാൻ, അപ്പോൾ അതൊന്നും എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ ഇവിടെ ഫോർലിംഗോ അക്കാദമി നടത്തുന്ന ഈ ഒരു വെബിനാറിൽ JNUവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സംസാരിക്കാനാണ് അവർ എനിക്ക് അവസരം തന്നിട്ടുള്ളത്. ഞാൻ നിലവില് JNUവില് MA അറബിക്ക് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പോ JNUവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പൊളിറ്റിക്കൽ സിനാരിയോയിലും ആണ് അധികം നമ്മൾ JNU കേട്ടിട്ടുണ്ടാവുക. പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പെട്ടതാണ് JNU. പിന്നെ അധികം ആൾക്കാരും അറിയാത്തൊരു വിഷയം എന്താ വെച്ചാൽ JNUവില് അധിക വിഷയങ്ങൾക്കും PGയിലാണ്, PGയും PhD ആണ് ഉള്ളത്. പക്ഷെ ഫോറിൻ ലാംഗ്വേജ്, അറബിക്, റഷ്യൻ അങ്ങനത്തെ പോലുള്ള ഫോറിൻ ലാംഗ്വേജുകൾക്ക് ഡിഗ്രി മുതൽ ഇന്റഗ്രേറ്റഡ് രൂപത്തിൽ അവിടെ ഡിഗ്രി പ്ലസ് PG JNU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ JNU എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയെ അത്ര അങ്ങോട്ട് സ്വപ്നം കാണാത്ത ഒരാളായിരുന്നു. പിന്നെ IFLU ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ബൈ ചാൻസ് അൽഹംദുലില്ലാ അവിടെ JNUവിൽ അഡ്മിഷൻ കിട്ടി. അപ്പോ JNU എന്നുള്ളത് ഡൽഹിയില് DU, JMI CUT പെട്ടതല്ലെങ്കിലും പിന്നെ JNU ഈ 3 യൂണിവേഴ്സിറ്റികളിലും അറബിക്കുണ്ട്. അപ്പോ പക്ഷെ അവിടെയൊക്കെ നിന്നും വ്യത്യസ്തമായിട്ട് അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും
കുറവ് ആൾക്കാരുള്ളത് JNU-ലായിരിക്കും ബാക്കിയുള്ളതിനായിട്ട് കമ്പയർ ചെയ്തിട്ട്. PG ഡിഗ്രി ലെവലില്. PhD-യിൽ മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു കുട്ടി എന്നുള്ളത്. പിന്നെ JNU ഗേറ്റ് വേ ടു JNU എന്നുള്ള സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോ CUT എന്നുള്ളതിന്റെ ക്രൈറ്റീരിയ മാറ്റിയിട്ട് 75 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ഉള്ളത്. അതും എന്താണോ സബ്ജക്റ്റ് അതിൽ ഫോക്കസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് മുമ്പത്തേക്കാളും CUT ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. അതേപോലെ JNU-ല് ഒരു ടോപ്പ് മാർക്ക് നിലവിലുള്ള CUT-യുടെ ടോപ്പ് മാർക്ക് ഉള്ള സ്റ്റുഡന്റ് JNU-ൽ ഇപ്പൊ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ കൊണ്ട് അറബിക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കൂടുതൽ മാർക്ക് കിട്ടിയിട്ട് JNU-ൽ അഡ്മിഷൻ കിട്ടാനും സുഖമാണ്. പിന്നെ JNU-ന്റെ ഏറ്റവും സുഖമായ കാര്യം എന്ന് വെച്ചാൽ ഡൽഹിയിൽ തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് JNU ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേറെ പുറത്ത് റൂം എടുത്തിട്ട് അതില് ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതേപോലെ ഒരേ സമയത്ത് MA ചെയ്യുമ്പോഴും അതേപോലെ BA ചെയ്യുമ്പോഴും അവിടെ പല യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതയാണ്. പിന്നെ എന്താണ് മറ്റുള്ള വിഷയങ്ങളും കൂടി ഓപ്ഷണൽ ആയിട്ട് പഠിക്കാനുള്ള പോസിബിലിറ്റീസ് തരുന്നുണ്ട്. അതേപോലെ JNU-ലുള്ള സ്റ്റഡി ഹവേഴ്സ് വളരെ ഫ്ലെക്സിബിൾ ആണ്. പ്രത്യേകിച്ച് അറബിക് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസേഴ്സ് ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും പറ്റിയ ആൾക്കാരാണ് പ്രൊഫസേഴ്സ്. പിന്നെ സ്റ്റുഡൻസിന് നല്ല ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് കൂടി ആയതുകൊണ്ട് 24 hours ലൈബ്രറിയും പിന്നെ ഹോസ്റ്റലും ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് പോയി വരാനും ഹോസ്റ്റലും ഒക്കെ ഓപ്പൺ ആണ്. അതേപോലെ നാഷണൽ ഹോളിഡേയ്സിൽ മാത്രമാണ് ലൈബ്രറി ക്ലോസ് ചെയ്യലുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും ഈവൻ വെക്കേഷൻ ആയാലും ലൈബ്രറിയും ഹോസ്റ്റലും ഒക്കെ ഓപ്പൺ ആണ്. അപ്പോ അക്കാദമിക്കലി ആരെങ്കിലും നമ്മുടെ കരിയർ ഇംപ്രൂവ്മെന്റ് അക്കാദമിക്കലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നെറ്റ് JRF അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ കൂടുതൽ പ്രിപ്പയർ ആണെന്നുണ്ടെങ്കിൽ JNU ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം അത്രക്കും ഒരു വിശാലമായ ലൈബ്രറി അവിടെ ഉണ്ട്. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും JNU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ഫെസിലിറ്റീസ് മറ്റുള്ള സംഭവങ്ങളൊന്നും ചിലപ്പോ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ സംബന്ധിയായ JNU ബെറ്റർ ഓപ്ഷൻ ആണ് എന്നാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ ഇപ്പൊ ഞാൻ നിലവിലത്തെ അവസ്ഥ പറഞ്ഞല്ലോ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ, അപ്പൊ ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ മലയാളികൾ അറബിക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സെഷനിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. Okay, thank you, Mr. Rafida, for introduction, gateway to JNU. JNU നമുക്കറിയാം ഏറ്റവും ആരും ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഡിസ്കഷൻ സമയത്ത് അതിന്റെ കണ്ടിന്യൂഷൻ തുടരാം എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒരു ഇന്ത്യൻ ങ്ങളുടെ ഒരു എന്താ പറയാ പൈതൃകമായി കൊണ്ട് നടക്കുന്ന അലിഗഡിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഫസ്നി MP. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഫസ്നി. ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇവിടെ ഫോർലിംഗോ അക്കാഡമി എനിക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിൻ്റെ കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് എനിക്ക് അവസരം തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്നിൽ PG ചെയ്യണം എന്നുള്ളത്. അൽഹംദുലില്ലാ CUT-ൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ ഞാൻ അലിഗഡിന്റെ സെപ്പറേറ്റ് എക്സാം എഴുതി അങ്ങനെ അലിഗഡിലെത്തി. ഇപ്പോൾ അലിഗഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1875 സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഒരു മുസ്ലിംസിന് വേണ്ടിയിട്ട് മുസ്ലിംസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നെ എന്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഏകദേശം 1100 ഏക്കറോളം പരന്നു കിടക്കുന്ന വിശാലമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഇതിന്റെ യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ഫെസിലിറ്റി നമ്പറായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റിന്റെ
ലൈബ്രറിയാണ്. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറി ആയിട്ടുള്ള മൗലാന ആസാദ് ലൈബ്രറി, ഇത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറീസ് വേറെയുണ്ട്. ഈ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ലൈബ്രറികൾ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് സെപ്പറേറ്റ് റീഡിംഗ് റൂംസ്, റിസർച്ച് സെക്ഷൻ ആയിട്ട് വേറെ, ബുക്ക് ബൈൻഡിങ് സെക്ഷൻ ആയിട്ട് വേറെ, അങ്ങനെ അങ്ങനെ പല പല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ഇത്. ഏറ്റവും നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ IMU എന്ന് പറയുന്നത്. അതുപോലെ ഹോസ്റ്റലിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറോട് കൂടി ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഗേൾസ് ഹോസ്റ്റലിന്റെ കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ഗേൾസ് ഹോസ്റ്റലിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് മെസ്സ് കൂടാതെ 2 ക്യാൻറ്റീൻ, അതുപോലെ ATM, ജിമ്മ്, പ്രയർ ഹോൾ, IP ലാബ്, സലൂൺ, അങ്ങനെ അങ്ങനെ പല പല ഫെസിലിറ്റീസ് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ PhD PG ഈ രണ്ട് ബ്ലോക്കുകളായിട്ട് ഹോസ്റ്റലുണ്ട്. പിന്നെ വേറൊരു നമ്മുടെ ഈ യൂണിവേഴ്സിറ്റീൻ്റെ മെയിൻ ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ധാരാളം എന്ത് നടക്കുന്നുണ്ടാവും, ഇന്റർനാഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് ധാരാളം നടക്കുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള കുറേ അവസരങ്ങൾ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഇന്റർനാഷണൽ നമുക്ക് കോൺഫറൻസിൽ നമുക്ക് പേപ്പർ പ്രസന്റേഷൻ നടത്താം, അതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം. നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കുറെ ഉപകാരങ്ങൾ തരുന്ന നമുക്ക് സർട്ടിഫിക്കറ്റ് ഈ പ്രത്യേകിച്ച് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ വേറെ തന്നെയാണല്ലോ. പല പല എന്താണ് നമ്മളെ ലെവല് മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന പല കോൺഫറൻസസും ഇവിടെ നടക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ്. ഇപ്പോൾ MA അറബിക്ക് ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1:30 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയം മുഴുവനും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ എക്സ്ട്രാ കോഴ്സ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നെറ്റ് പ്രിപ്പയർ ചെയ്യുക, വേറെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ്, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കെ നമുക്ക് അവസരം ധാരാളം ടൈമും കിട്ടുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. പിന്നെ അതുപോലെ ധാരാളം സർട്ടിഫിക്കറ്റ്, പാർട്ട് ടൈം കോഴ്സസ്, ഡിപ്ലോമ കോഴ്സസ്, സർട്ടിഫിക്കറ്റ് കോഴ്സസ്, ഇതൊക്കെ ക്യാമ്പസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം സ്കോളർഷിപ്പുകൾ നമുക്ക് ഈ ക്യാമ്പസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്നുണ്ട്. പുറത്തുനിന്നും കുറേ സ്കോളർഷിപ്പ് കിട്ടി നമുക്ക് വളരെ എക്സ്പെൻസ് കുറച്ചിട്ട് നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള അവസരം കിട്ടിയത് കൊണ്ട് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. എസ്പെഷ്യലി ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ഇത് രണ്ടും നമുക്ക് നമ്മളെ സ്കില്ലും നമ്മളെ ലാംഗ്വേജും ഒക്കെ വർദ്ധിപ്പിച്ചെടുക്കാൻ കുറേ അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറേ കൾച്ചറുകൾ നോർത്തിലാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ കൾച്ചറുകൾ നമ്മളിലേക്ക് കയറി വരും. നമ്മൾ കുറേ യാത്രകൾ പോകും, കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ Q&A സെഷന് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ ഫസ്മി, ശുക്രൻ ജസീലൻ. നമുക്ക് അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കുന്നത് മനു ക്യാമ്പസ് മാത്രമല്ല, നമുക്ക് സംസാരിക്കാനുള്ളത് ഫസ്മി, പിന്നെ MP ആണ്. ഫസ്മി നേരത്തെ സംസാരിച്ചത് ഫസ്മിയാണ്.
മനുവിൽ പഠിക്കുകയും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന തുടക്കത്തിൽ തന്നെ ഒരു അറബി ഭാഷയിൽ ഡിഗ്രി വെച്ചുകൊണ്ട് തന്നെ എൻട്രി കാലഘട്ടം മുതൽ നല്ലൊരു ഫേമിൽ വർക്ക് ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് ലേഡിയാണ് ഫസ്മി. അപ്പോൾ ഫസ്മിയെ ക്ഷണിക്കാണ്. ഓക്കെ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഫസ്മി എന്നാണ്. ഞാൻ മനോല് PG അറബിക്ക് പഠിച്ചു. ഇപ്പം കറന്റ് ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ട് അക്സെഞ്ചർ എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അറബിക് ലാംഗ്വേജിലുള്ള നമ്മുടെ കരിയർ ഗ്രോത്തിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഗേൾസിന് എങ്ങനെയാണ് ഗേൾസിന്റെ ഒരു ആംബിയൻസ്, അത് ഗേൾസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട് ഈ മൾട്ടിനാഷണൽ കമ്പനീസിൽ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേറൊരു സിറ്റിയിൽ CUET പോലെയുള്ള എക്സാമുകൾ എഴുതി വേറൊരു സിറ്റിയിൽ പോയി പഠിക്കുന്ന സമയത്ത് ഫസ്നി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബെനിഫിഷ്യൽ ആയി തോന്നിയ സംഗതി, സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പം ലാംഗ്വേജ് നമുക്ക് അറിയെങ്കിൽ പോലും നമുക്കത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. എസ്പെഷ്യലി ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമ്മൾ തെറ്റുമെന്നുള്ളൊരു ഭയം നല്ലോണം ഉണ്ടാകും. പക്ഷെ നമുക്കറിയാത്ത മറ്റൊരു സിറ്റിയിൽ വേറെ ഏത് ലാംഗ്വേജ് അറിയാത്തപ്പം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മളെ കയ്യിൽ ആകെയുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ ഒപ്റ്റ് ആയിട്ടുള്ള അറബിക് ലാംഗ്വേജ് ആയിരിക്കും. അപ്പം അതിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടായിരിക്കും. അപ്പോൾ ഞാന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞങ്ങളെ കോളേജിലുള്ള സാറുമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആസ് എ ട്രാൻസ്ലേഷൻ എന്നുള്ള പൊസിഷനിലേക്ക്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ട്രാൻസ്ലേഷൻ ഫീൽഡിലേക്ക്, അതായത് മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ആദ്യമായിട്ട് എൻ്റെ ഉള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. സ്റ്റിൽ ഡിഗ്രി കാലഘട്ടം വരെ എന്നെ സംബന്ധിച്ചിടത്തോളം അറബിക് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, ഈ രണ്ടൊരു ഫീൽഡിൽ മാത്രമാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളാണ് സത്യത്തിൽ ഞാൻ. പക്ഷെ ഇന്ന് ഇവിടെ ഇപ്പൊ ഹൈദരാബാദ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ജസ്റ്റ് ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ടീച്ചിങ് എന്നതിന് പുറമെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് അറബിക് എന്നുള്ളൊരു ലാംഗ്വേജ് പഠിച്ചത് മൂലം നമുക്ക് കിട്ടും എന്നുള്ളത് അറിയാൻ പറ്റി. ലൈക്ക് കണ്ടന്റ് മോഡറേഷന്, കണ്ടന്റ് എഞ്ചിനീയറിങ്, അതുപോലെ ട്രാൻസ്ലിറ്ററേഷൻ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഒരുപാട് ഫീൽഡുകൾ നമുക്ക് അറബിക് ലാംഗ്വേജ് പഠിക്കുന്നത് മൂലം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ നാട്ടിൽ പലർക്കും ഇത് അറിയത്തില്ല, ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ട് എന്നുള്ളത്. എല്ലാവരും ഒന്നെങ്കിൽ ഐദർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ടീച്ചിങ്, ഈ രണ്ട് ഫീൽഡിലേക്കാണ് പൊതുവെ ആളുകൾ ഒതുങ്ങിക്കൂടുക. എസ്പെഷ്യലി പെൺകുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും എളുപ്പം എന്നുള്ള രീതിയിൽ വേഗം എന്താകും ടീച്ചിങ് എന്നുള്ള ഒരു ഏരിയ എല്ലാവരും എടുക്കും. അപ്പോ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, നമ്മളെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ബോയ്സിനുള്ള പോലെ സെയിം ഓപ്പർച്യൂണിറ്റിയാണ് പെൺകുട്ടികൾക്കും ഉള്ളത്. നമ്മള് സാധാരണ സാധാരണ ഫീൽഡിലൊക്കെ നമുക്ക് ഗേൾസിന് പ്രത്യേക റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ അങ്ങനെ പ്രത്യേക റിസർവേഷൻ ഇല്ല. നമുക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മൾട്ടിനാഷണൽ കമ്പനി MNCs എന്ന് പറയുന്നത്. അപ്പൊ ഈക്വൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഈക്വൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ഈ മൾട്ടിനാഷണൽ കമ്പനിയിൽ. അപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇവിടെ ഹൈദരാബാദ് എന്റെ വർക്കിന് വന്ന സമയത്ത് ആസ് എ ട്രാൻസ്ലേറ്റർ എന്നുള്ള പൊസിഷനിലേക്ക് ഞാൻ വർക്കിന് വന്ന സമയത്ത് അറൌണ്ട് 20+ ആളുകൾ എന്താണ് അറബിക്കില് ഞങ്ങളുടെ കൂടെ സെയിം ടൈമിൽ ഹയർ ചെയ്തിട്ടുണ്ട്. അതിൽ വെറും 2 പെൺകുട്ടികൾ മാത്രമായിരുന്നു അറബിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടുകയും ഞാൻ ജോബ് അവിടെ ഡ്രോപ്പ് ചെയ്ത് PG കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇൻ ബിറ്റ്വീൻ വീണ്ടും എനിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം പിന്നെ ഞാൻ അക്സെഞ്ചറിൽ ജോയിൻ ചെയ്തു. സ്റ്റിൽ അക്സെഞ്ചറിൽ ഞാൻ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 40 or 45+ ആളുകൾ അറബിക്കിൽ കണ്ടന്റ് മോഡറേഷൻ എന്നുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ആകെ ഒരു പെൺകുട്ടി മാത്രമാണ് അറബിക്കിൽ വർക്ക് ചെയ്യുന്നത്. അത് നമ്മളെ അറബിക്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് താരതമ്യേന ഇങ്ങനത്തെ പൊസിഷനുകളിൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോബിന് അപ്ലൈ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം കുറവാണ്. നമുക്കറിയാം ആൺകുട്ടികളെ പോലെ തന്നെ സെയിം ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരുപോലെ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് പെൺകുട്ടികളും.
അപ്പോ എന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 40-45ഓളം ആളുകൾ അറബിക്കില് കണ്ടന്റ് മോഡറേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരൊറ്റ പെൺകുട്ടിയാണ് അറബിക് എന്ന ഫീൽഡിൽ വർക്ക്. അപ്പം അത് അക്സെഞ്ചറിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനികളിൽ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞതിൽ ഇപ്പൊ ഇവിടെ കോഗ്നിസെന്റിൽ ആയിക്കോട്ടെ, കോൺസെൻട്രിക്സ് ആയിക്കോട്ടെ, ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്താണ്, വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമേ, എസ്പെഷ്യലി ഗേൾസ് വളരെ കുറവാണ് എന്താണ് ഈ ഒരു പൊസിഷനിൽ, അതായത് ലാംഗ്വേജ് ഫീൽഡിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാഞ്ഞിട്ടല്ല, ഒരുവിധം മേ ബി ആളുകൾക്ക് അറിയില്ല ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാത്ത. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള ആളുകളെക്കാൾ കുറച്ചുകൂടി എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്നുണ്ട്, നമ്മൾ മലയാളീസ്. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾക്കുള്ള നമ്മുടെ അറബിക് ലാംഗ്വേജിൽ നമുക്ക് കുറച്ച് സ്കില്ലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുറച്ചൊരു പ്രൊഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് കുറച്ചും കൂടി കിട്ടാനുള്ള ഇത് ചാൻസസ് കൂടുതലാണ്. പിന്നെയുള്ള വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ബാക്കി ലാംഗ്വേജ്, ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ബാക്കിയുള്ള ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ലാംഗ്വേജ് ആയ അറബിക് ലാംഗ്വേജിന്റെ മറ്റൊരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് എന്ന് നമുക്ക് പറയുന്നത് അവർക്ക് കിട്ടുന്ന സാലറിയുടെ ഡബിൾ ഓർ ത്രിബിൾ സാലറിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ഒരു ഗേൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അവർക്ക് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ. ഏതൊരു ആൺകുട്ടികളെ ആഗ്രഹമായിരിക്കും അവരുടെ ഫാമിലിനെ നല്ലപോലെ നോക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ആഗ്രഹങ്ങളായിരിക്കും നമ്മളെ ഫാമിലി, നമ്മളെ പാരന്റ്സ്, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ട നമ്മളെ പാരന്റ്സ്, അവരൊക്കെ നല്ലപോലെ നോക്കുക എന്നുള്ളത്. അപ്പം അതിന് പറ്റുകയെന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമാണ്. അൽഹംദുലില്ലാ, അതിപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് നമ്മുടെ കരിയർ ഗ്രോത്ത് നമുക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. എസ്പെഷ്യലി അറബിക് ലാംഗ്വേജിൽ ഇപ്പോ ഇപ്പോ എന്റെ കാര്യത്തിൽ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആസ് ആൻ അഡ്മിൻ എന്നുള്ള പൊസിഷനിലായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ നോർമലി ബാക്കിയുള്ള ആളുകൾ IJP എഴുതിയിട്ട് വേറൊരു പൊസിഷൻ ചേഞ്ച് ആകുന്നത്. ബട്ട് വിത്തിൻ 1 ഇയറിനുള്ളിൽ എനിക്കത് ചേഞ്ച് ആവാൻ പറ്റി. അപ്പൊ ഇത് ചേഞ്ച് ആവാൻ പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഈസി പ്രോസസ് അല്ല. നമ്മുടെ സ്കില്ല് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. നമ്മൾ 1 ഇയർ ജോയിൻ ചെയ്ത ഒരു ജോബിന് കയറി ഓക്കെ എനിക്ക് ജോബ് സെറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിൽക്കരുത്. നമ്മുടെ സ്കില്ല് നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ലാംഗ്വേജ് അറബിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സൽ, മൈക്രോസോഫ്റ്റ് അതുപോലെയുള്ള IT ആയിട്ടുള്ള സംഗതികൾ കൂടി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള കരിയർ ഗ്രോത്ത് വീണ്ടും കൂടാണ്. അപ്പം സാധാരണ 2 കൊല്ലം 3 കൊല്ലമൊക്കെ എടുത്ത് ഒരാള് ഒരു പൊസിഷൻ ചേഞ്ച് ആവുന്ന സമയത്ത് എടുക്കുന്നത് ഞാൻ വിത്തിൻ 1 ഇയറിനുള്ളിൽ എനിക്കൊരു ആസ് എ അഡ്മിൻ എന്നുള്ളതിൽ നിന്ന് ക്വാളിറ്റി അനലിസ്റ്റ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ആവാൻ പറ്റിയത് എക്സ്റ്റേണലി ഞാൻ ബാക്കി ഫീൽഡുകളിലേക്ക്, അതായത് എക്സൽ പോലെയുള്ള മൈക്രോസോഫ്റ്റ് പോലെയുള്ള സംഗതികൾ ഞാൻ എന്റെ സെൽഫായിട്ട് എടുത്ത് പഠിച്ചതാണ്. അപ്പം നമ്മൾ ലാംഗ്വേജ് പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല. അതോടുകൂടി തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടൂൾസുകൾ, ചെറിയ ചെറിയ ഷീറ്റ്സ് അതുപോലെയുള്ള സംഗതികൾ പഠിച്ചിരിക്കുന്നത് അത് നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് ഉണ്ടാകും. അപ്പോ പിന്നെ പറയാനുള്ളത്, ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഈ MNC അതുപോലെ പുറത്തു പോയി നിൽക്കലൊക്കെ ഒരു സേഫ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതില് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്റെ കമ്പനി തന്നെ പറയാണ്. എക്സെഞ്ചറിൽ നിന്ന് വെച്ചാൽ നമുക്ക് 2-way ക്യാബ്സ് ഉണ്ട്, അതുപോലെ ഫുഡ് ഫ്രീ ആണ്. ഇപ്പൊ 2-way ക്യാബ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, ഈ 3 ഷിഫ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഷിഫ്റ്റില് നൈറ്റ് ഷിഫ്റ്റിലും അതുപോലെ തന്നെ മോർണിംഗ് ഒരു 4:30 to 5 ആ ഇൻ ബിറ്റ്വീൻ നല്ല സുബഹിക്കായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പൊ ആ സമയത്തും ഗേൾസിന് സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് സെക്യൂരിറ്റി ഗാർഡിനെ വരെ അവർ അയച്ചു തരും. പിന്നെ ഇനിയിപ്പോ രാത്രി 1 മണിക്കാണേലും 2 മണിക്കാണേലും ഇവിടെ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഹൈദരാബാദ് സിറ്റിനെ പറ്റിയാ പറഞ്ഞേക്കാം. ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഇവിടെ ഭയങ്കര 100% സേഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ട് എനിക്കൊരു നെഗറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ഇതുവരെ ഹൈദരാബാദിൽ നിന്ന് കിട്ടിയിട്ടില്ല. സോ എന്തുകൊണ്ടും നമ്മളെ കരിയർ ഗ്രോത്ത് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറബിക് ലാംഗ്വേജ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 100% ഒരു ബെനിഫിറ്റ് ആണ്, നമ്മൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ.
ഇത്രേ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല Q&A സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ ഫസ്മി, എല്ലാവിധ സന്തോഷം അറിയിക്കാണ്. ഫസ്മി സത്യത്തിൽ നമ്മളെ ഒരു MNC കമ്പനിയിൽ കൊണ്ടുപോയി നമ്മളെ കരിയറിലേക്ക് അതിൽ എത്തിച്ചിരിക്കുകയാണ്. അനുഭവങ്ങളിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്താണ്. ഞാൻ ഈ ഒരു നമ്മൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് CUET നേടി ഇത്തരത്തിലുള്ള നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് നല്ലൊരു പോസ്റ്റിൽ എത്തണം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒരു ചെറിയ രീതിയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയുന്ന ഇത് ആവശ്യമുള്ള ആളുകൾ, ഇതിനോട് താല്പര്യമുള്ള ഒരുപാട് 2 മോഡൽ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ക്ലാസ്. ഇതിൽ നമുക്ക് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്, അധ്യാപകരായിട്ടുള്ള ആളുകൾ, നിലവിൽ ഈ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ് നമുക്ക് ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട സെഷനുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സിലബസുകൾ മുഴുവനായി നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ ഈ ക്ലാസ്സിലെ മറ്റൊരു പ്രത്യേകത ചാപ്റ്റർ വൈസിലാണ് നമ്മുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ക്ലാസ്സുകൾ മുഴുവൻ നമുക്ക് റെക്കോർഡിംഗ് രീതിയിലായിരിക്കും ക്ലാസ്സുകളും സെഷനുകളും ഉണ്ടാവുക. പഴയ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചരവിധ ചരവണം നടത്തി അത് കീറി മുറിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ക്ലാസ് ഇത് ആരംഭിക്കുന്നത് 20-ാം തീയതിയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. 20-ാം തീയതി ജനുവരി 2025 നമ്മളെ ക്ലാസ് ആരംഭിക്കുന്നത്, വരുന്ന 20-ാം തീയതി. ഇതിൽ ഓൺലൈനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടൈമുള്ളത് 8 മണി മുതൽ ഒരു 9-9:15 വരെയൊക്കെ നമുക്ക് നമ്മളെ ഒരു രീതിക്ക് അനുസരിച്ച് കൊണ്ട് ബോറടിക്കാതെ മുന്നോട്ട് പോകേണ്ട സമയം അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ഹൈബ്രിഡ് മോഡിൽ വരുന്ന ആളുകൾക്ക് ഇത് 9:30 മുതൽ 3:30 വരെ അരീക്കോട് വെച്ചിട്ടാണ് അവരുടെ ഓഫ്ലൈൻ ക്ലാസ്. ശനി ഞായർ ദിവസങ്ങളിൽ അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഇതിനെ ക്വസ്റ്റ്യനൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് വളരെ കീറി മുറിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ് എല്ലാവരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ നോർമൽ ഓഫ്ലൈൻ മോഡിൽ നമുക്ക് ഓഫ്ലൈൻ മോഡിൽ സാധാരണ CUET എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മണിക്കൂറുകൾ ക്ലാസ് വരും. 100ന്റെ പുറത്ത് എന്തായാലും ഹവേഴ്സുകൾ നമുക്ക് ആവശ്യമുണ്ട്. 100-120ഓളം ഹവേഴ്സുകൾ നമുക്ക് ഇതിന് വരും. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളെ എക്സാമിന് മുമ്പ് നിങ്ങളെ അത് എത്തിച്ചു തരാന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഫീ ആയിട്ട് നമ്മൾ നിശ്ചയിക്കുന്നുള്ളത് 2,999 രൂപ, 3,000 രൂപയാണ് നമ്മളെ ഫീസിൽ ഇനത്തിൽ നമ്മുടെ ഹൈബ്രിഡ് മോഡിന് ഓഫ്ലൈൻ ഓൺലൈൻ ബ്ലെൻഡഡ് വരുന്നത്. ഇതാണ് നമ്മളെ ഫീ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായിരുന്നാലും കൃത്യമായ സിലബസ് വൈസിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകും. നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഇതിലൊക്കെ ഭാഷാപ്രേമികൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ വലിയ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മളൊക്കെ ഓരോരുത്തരും നടക്കുന്നത്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഇപ്പോഴൊക്കെ മാറി തുടങ്ങി. നിങ്ങളെപ്പോലെ വളരെ ഈ ചരിത്രങ്ങൾ തുന്നിച്ചേർത്ത രചിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ കൊണ്ടാണ് ഈ അറബി ഭാഷയ്ക്ക് പുതിയൊരു തലം സൃഷ്ടിക്കുക. ഇൻഡസ്ട്രിയൽ IT രംഗത്തൊക്കെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. പഴയ കാലത്തൊക്കെ അറബി എടുത്തിട്ട് എന്താണ് അറബി കോളേജിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു നീരസത്തോടു കൂടി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ മാറി വലിയ സാലറികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളും വലിയ പ്രൊഫസർമാരായിട്ടൊക്കെ പോകുന്ന ഒരു കാലം ത്തിന് വേണ്ടി സാക്ഷിയാവാനാണ് നമ്മുടെ ഈ വിലപ്പെട്ട സമയം നമ്മൾ ചെലവഴിക്കുന്നത്. നമ്മളിലേക്ക് കുറച്ച് ആളുകൾ കൂടി സംസാരിക്കാനുണ്ട്. അവർ കുറഞ്ഞ വാക്കിൽ അവരുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമയം കുറച്ച് നമുക്ക് ഡിസ്കഷൻ നമുക്ക് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഒരുപാട് സംശയങ്ങളാണ് ശ്രോതാക്കൾക്ക് ഉണ്ടാവുക, പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നത് കൂടിയാണ് ഫോർലിങ്കോ ഇനി മുന്നിൽ കാണുന്നത്. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ അവരുടെ അനുഭവങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഫുആദ് MP ഇഫ്ലു ഹൈദരാബാദിൽ പഠിക്കുന്ന ഫുആദിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഫോർലിങ്കോ അക്കാദമിക്ക് ആദ്യം നന്ദി അറിയിക്കുകയാണ്. പിന്നെ വളരെ സന്തോഷമുണ്ട്, കാരണം ഞാൻ ഡിഗ്രി പഠിച്ചതും അതുപോലെ തന്നെ എൻ്റെ CUETന്റെ കോച്ചിങ് ഞാൻ ചെയ്തതും എന്നെ പഠിപ്പിച്ചതും ഈ ഫോർലിങ്കോ അക്കാദമിയുടെ അധ്യാപകരായിട്ടുള്ള നജീബ് സാറും മുഹസിൻ സാറും ഫുആദ് സാറാണ്. അപ്പോൾ അവരുടെ കീഴിൽ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ക്യാമ്പസിലെ MA അറബിക് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ പേര് പോലെ തന്നെ ലാംഗ്വേജിന് സ്പെസിഫിക്കായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു. അവിടെ വ്യത്യസ്ത, അതായത് ഏഷ്യനും യൂറോപ്യൻ സ്റ്റഡീസും അങ്ങനെ വ്യത്യസ്ത ലാംഗ്വേജ്, അതായത് ചൈനീസ്, ജർമ്മനി, റഷ്യന്, കൊറിയൻ, സ്പാനിഷ്, ഇറ്റാലിയൻ, ഇങ്ങനെ എല്ലാ ഏകദേശം ഒട്ടുമിക്ക
ഭാഷകളിലും MA-യും അതുപോലെ തന്നെ BA-യും ഇവിടെ ഇഫ്ലു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫ്ലുവിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഒരു ITP എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഒരു 1.5 മാസത്തെ കോഴ്സ് ഇഫ്ലു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫോറിനേഴ്സിനുള്ള ഒരു കോഴ്സാണത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ, അതായത് ഫോറിനേഴ്സിനോടും ഇപ്പോൾ ഈ ഫ്രഞ്ചോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ സ്പാനിഷ് കാരണ ആളുകൾക്ക് അവരോട് സംവദിക്കാനും അവരൊപ്പം എന്താണ് ഈവൻ കളിക്കാൻ വരെ നമുക്ക് ഒരു സൗകര്യം ഉള്ളത് ഇഫ്ലുവിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ ഇഫ്ലു പാർട്ട് ടൈം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാൻ പെട്ടെന്ന് പറയാണ്, പാർട്ട് ടൈം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറബിക്ക്, അതുപോലെ തന്നെ ഫ്രഞ്ച്, സ്പാനിഷ്, ഇങ്ങനെ പല ലാംഗ്വേജുകളിലും പാർട്ട് ടൈം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ COP, DOP, ADOP, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അതിന്റെ കോഴ്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ 24 hours വർക്കിംഗ് ആയിട്ടുള്ള റീഡിംഗ് റൂം, അതുപോലെ തന്നെ ലാബ് ഒക്കെ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകതയാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന സമയത്ത്. കാരണം നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു 3 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ നമ്മൾ അറബിക്കിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒന്നും മറ്റുള്ളവരുടെ നമ്മൾ സംസാരിക്കൂല. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം അതിനൊരു മാറ്റം ഉണ്ടായത് ഒരു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനൊരു മോട്ടീവ് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ചുറ്റുവട്ടത്തു നിന്നും ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ ആണെങ്കിൽ കൂടി പഠിക്കണം എന്നുള്ള ഒരു ത്വര ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ COTക്ക് പ്രിപ്പയർ ചെയ്ത കാര്യം അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ സെക്കൻഡ് ഇയറിലായ സമയത്താണ് ഈ COT പറ്റി കേൾക്കുന്നത് പോലും. പിന്നെ അതിനുശേഷം തേർഡ് ഇയറിലായ സമയത്ത് നമ്മളെ അധ്യാപകർ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ പറയും സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഓരോ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മൾ ഈ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ, ഇതുപോലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം പരമാവധി അതിൽ കയറുകയും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഇതിൽ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുന്ന മുസ്ലിക്ക, അതുപോലെ തന്നെ നമ്മളെ സഫാൻ, അവരൊക്കെ ക്ലാസ്സുകൾ നമുക്ക് ഞാൻ സുല്ലമിലായിരുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത കാര്യങ്ങളൊക്കെ അത് വിവരിക്കുക, അതുപോലെ തന്നെ COTക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിന്റെ കാര്യങ്ങളൊക്കെ അത് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ അത് ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടും പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ കമ്പൈൻ സ്റ്റഡി ആയിട്ട് ഒപ്പം പഠിച്ച ക്ലാസ്സിലുള്ള കുട്ടികളായിട്ട് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്ത് 6th സെമ്മും അതുപോലെ തന്നെ COTക്കും വേണ്ടി ഇവിടെ അരീക്കോടനുള്ള നജീബ് സാർ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് അവിടുന്ന് പഠിക്കലായിരുന്നു. ആ നോമ്പിന്റെ സമയത്തൊക്കെ നമ്മൾ നോമ്പറക്കാൻ ചിലപ്പോൾ വീട്ടിൽ പോകും, ബാക്കിയുള്ള സമയം അവിടെ ഇരുന്ന് പഠിച്ച് അങ്ങനെ പഠിക്കാറായിരുന്നു. പിന്നെ നമുക്ക് ചില ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പഠിച്ച ഭൂരിഭാഗം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ COTക്ക് എക്സാമിന് നമ്മളെ സിലബസ് ഒക്കെ എനിക്ക് അറിയാൻ കഴിയും. നമ്മളെ ലിറ്ററേച്ചർ കാര്യമായിട്ട് നമ്മളൊക്കെ പഠിച്ചാണ്, ഏകദേശം പഠിച്ച ഭാഗങ്ങളാണ്. അപ്പൊ അതൊന്ന് പൊടി തട്ടിയെടുക്കാനും പിന്നെ നമ്മൾ അറിയാത്ത ഭാഗങ്ങൾ അതിൽ ഇപ്പൊ ഏകദേശം അതായത് നമ്മളെ ക്രിറ്റിസിസം, പിന്നെ GK ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ആസിമകൾ, അമിലകൾ, അങ്ങനത്തെ കുറച്ചൊന്ന് ഡീപ്പായിട്ട് നോക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ സ്വന്തക്ക് ഇങ്ങനെ ഇന്ന് ഇപ്പോ സനദിയാത്തിന്റെ ഏതെങ്കിലും പുസ്തകമോ അതല്ലെങ്കിൽ COTന്റെ സിലബസ് നോക്കി അതെടുത്ത് പഠിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു അക്കാദമിയിൽ ചേരുകയും അതിന്റെ കീഴിലിരുന്ന് അതിന്റെ ഇതായിട്ട് പഠിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. അപ്പോ പിന്നെ ഇഫ്ലുവിന്റെ അറബി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഈ വർഷം 20 സീറ്റാണ് ഇഫ്ലുവിലുള്ളത്. അതിൽ 8 ജനറൽ, അതുപോലെ തന്നെ 5 OBC, പിന്നെ 5 SC/ST സീറ്റ്, ഇങ്ങനെ ഏകദേശം 20 സീറ്റാണ് ഇഫ്ലുവിലുള്ളത്. അതിൽ 14 കുട്ടികളാണ് ഇപ്രാവശ്യം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇഫ്ലുവിൽ. അതിൽ 8 കുട്ടികൾ മലയാളീസ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റും ഇവിടെ ഇഫ്ലുവിൽ അറബിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം അടുത്ത വർഷവും ഇതുപോലെ ഇതിനെക്കാട്ടിലൊരു കുട്ടികൾ, ഒരു മലയാളി തരംഗ തന്നെ ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള അടുത്ത ഓറിയന്റേഷൻ ക്ലാസ്സുകൾ ഇതിലുള്ള കേൾക്കുന്ന ആളുകൾ അടുത്ത വർഷം ഇതുപോലെ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കേൾക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി അത് നമ്മളെ ചൂസ് ചെയ്യുന്ന രൂപത്തിൽ ആ രൂപത്തിലുള്ള ഒരു പഠനം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ഞങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ ഏക്കറുള്ള യൂണിവേഴ്സിറ്റി ഏതോ നോക്കിയിട്ട് അങ്ങനെയൊക്കെ നോക്കി അതാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി അത് അതിനു വേണ്ടി എത്രത്തോളം പരിശ്രമിക്കണോ അത് നമ്മൾ പരമാവധി ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫുആദ് നമ്മളോട് ഇഫ്ലു ക്യാമ്പസിനെ പറ്റിയും അവിടുത്തെ ഒരു ചെറിയ ചിത്രം വളരെ കുറഞ്ഞ സമയത്ത് നമ്മളോട് നൽകി. മഷ്കൂർ. അതുപോലെ തന്നെ നമ്മളുമായി ഇനി സംവദിക്കുന്നത് ജാമിയ മില്ലിയ
അല്ലെ, ഹബീബുല്ലാ ഖാൻ സാറെ പോലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള അധ്യാപകനും ട്രാൻസ്ലേറ്ററൊക്കെ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ലെഗസിയുള്ള ഡിപ്പാർട്ട്മെന്റാണ് ജാമ്യ മില്ലിയ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ആയിട്ട് പോകുന്ന ഒരു അധ്യാപനം കൂടിയാണ് ഹബീബുല്ലാ സാറ്. അപ്പം അത്തരത്തിലുള്ള ഒരു ലാംഗ്വേജിനും ട്രാൻസ്ലേഷനൊക്കെ കൂടുതൽ പ്രാധാന്യം ഇഫ്ലുവെ പോലെ തന്നെ നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി ജാമ്യ മില്ലയിലെ പ്രതിനിധീകരിച്ച് ഷാദിയ അഷ്റഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ഷാദിയ അഷ്റഫ് എന്നാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ എം എ അറബിക്ക് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഞാൻ ജാമ്യയിലേക്ക് എത്തിയ ആ ഒരു ജേർണി ചെറിയൊരു വാക്കുകളിൽ പറയാം ഇൻഷാ അള്ളാ. ഞാൻ പഠിക്കുന്നത് അൻവറുൽ ഇസ്ലാം വുമൻസ് അറബിക് കോളേജിലാണ് ഡിഗ്രി പഠിക്കുന്നത്. അവിടുന്ന് ജാമിയ അതുപോലെ തന്നെ JNU യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച ടീച്ചേഴ്സ് ജാമ്യ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളെ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പറ്റി പറഞ്ഞ് അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടാണ് കൂടുതൽ അന്വേഷിക്കുന്നതും ഇങ്ങനത്തെ വെബിനാറുകളിൽ പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സ്വയം നന്നായി റിസ്ക് എടുത്തിട്ട് ഡൽഹിയിൽ പോയി എക്സാം എഴുതി അങ്ങനെ സെലക്റ്റഡ് ആയതാണ്. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്, ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പേരിലുള്ളതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റിക്ക് വേണ്ടി നമ്മൾ ആദ്യകാല നേതാക്കന്മാർ ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ഇസ്ലാം നമ്മൾ ഇപ്പോൾ ജാമ്യയെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്തായാലും ഡൽഹിയെ പറ്റി പറയണല്ലോ. അപ്പോൾ ഡൽഹി ഒരു കലാപഭൂമി എന്നൊക്കെ നമ്മൾ ഈ ദൂരെ കേരളത്തിൽ നിന്ന് അങ്ങനെ ദൂരെയായിട്ട് നമ്മളങ്ങനെ പറയെങ്കിലും അതിലേക്കപ്പുറം ആ ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുള്ള സ്ഥലങ്ങളും ഡൽഹിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ്. ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഇസ്ലാമിക ചുറ്റുപാടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം റിസർവേഷന് അഡ്മിഷൻ സമയത്ത് വരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. മറ്റെല്ലാ യൂണിവേഴ്സിറ്റിയിലും പറയുന്ന പോലെ ലൈബ്രറി, റീഡിംഗ് റൂം, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും വിശാലമായിട്ടുള്ള ക്യാമ്പസുകളും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഗേൾസിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അറബിക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ബാച്ചിൽ ഞാനും ഒരു ബോയ് ആണുള്ളത്, മലയാളികള്. ബാക്കി എല്ലാവരും നോർത്ത് നിന്നാണ്. അപ്പോൾ ക്ലാസ്സുകൾ അറബിയിലാണ്. നമ്മളെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മലയാളം അറിയാത്തവരാണ്. അപ്പൊ എന്തായാലും നമുക്ക് മലയാളം സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. അപ്പൊ നമുക്കറിയുന്ന ഇംഗ്ലീഷ്, നമുക്കറിയുന്ന അറബിയൊക്കെ കൂട്ടി പറയാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മളെ സംസാരം, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കുന്നേ ഉള്ളൂ, അത് നമ്മൾ പ്രയോഗിക്കുന്നില്ല. അപ്പൊ അവിടെ എത്തിയതിന് ശേഷമാണ് ആ ഒരു കാര്യം ഞാൻ കുറച്ചും കൂടി ആ ഒരു ഭാഷനെ കുറച്ചും കൂടി ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ചത്. ഒരുപാട് വായിക്കാനും എഴുതാനും, ഇവിടുന്ന് ഒക്കെ ആകെ ഒരു അസൈൻമെന്റും എക്സാമിനും മാത്രം അറബി എഴുതിയിരുന്ന ഞാൻ അവിടെ പോയിട്ടാണ് അറബിയിൽ ഓരോന്ന് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ പഠിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ചെറിയൊരു ലോകത്തുനിന്ന് നമ്മൾ വേറൊരു വലിയൊരു ലോകത്തെത്താണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ മാറ്റങ്ങളും നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും നമുക്ക് ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാൽ നമുക്ക് റിസൾട്ടായിട്ട് കാണാൻ പറ്റും. പിന്നെ അക്കാഡമിക്സ് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 4 ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക. അത് ഉച്ചവരെ ഉണ്ടാവും. ആ ഉച്ചയ്ക്ക് ശേഷം അതുപോലെ തന്നെ വെള്ളി, ശനി, ഞായർ 3 ദിവസവും നമുക്ക് ഫ്രീ ടൈം ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് ടൈം കോഴ്സ് ഉണ്ടാവും, ജോബ് ഉണ്ടാവും, നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അക്കാഡമിക്സ് ആയാലും നോൺ അക്കാഡമിക്സ് ആയാലും വളരെയധികം നല്ലൊരു സ്ഥലമാണ് ഡൽഹി. എക്സ്പോഷർ ആയാലും ഒരുപാട് യാത്രകൾ, നല്ല നല്ല പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ സംസ്കാരങ്ങൾ, പുതിയ സ്ഥലങ്ങൾ, അങ്ങനെ നമ്മളെ ഒരു ചെറിയൊരു ലോകം വലുതാവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഭാഷയാണ്. നമ്മൾ ആ ഒരു അറബി ഭാഷനെ ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അറബി ഭാഷനെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുന്നതൊക്കെ അവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ്. പിന്നെ ജാമ്യ എൻട്രൻസിനെ പറ്റി ഒന്ന്
സ്പെസിഫൈ ചെയ്ത് പറയണം. കാരണം ജാമ്യക്ക് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. 2 പാർട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, പാർട്ട് എ, പാർട്ട് ബി. അപ്പോൾ പാർട്ട് ബി എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. നമ്മളെ എസ്സേ, ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ടു അറബിക്, അറബിക് ടു ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമർ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 60 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും, പാർട്ട് എ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ്, നമ്മളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലെ അങ്ങനെയുള്ള 40 മാർക്കുമായി ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ഓരോ വർഷവും കട്ട് ഓഫ് ഇങ്ങനെ എഴുതുന്ന ആൾക്കാർക്ക് അനുസരിച്ച് മാറി അങ്ങനെ ടോട്ടൽ 30 സീറ്റാണ് ജാമ്യയിൽ MA ഉള്ളത്. അതിൽ ഈ പ്രാവശ്യം 2 മലയാളീസ് ആണുള്ളത്. എൻ്റെ ജൂനിയേഴ്സ് ആയിട്ട് 4 മലയാളികളാണുള്ളത്. ഇനിയും മലയാളികൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ സാറ് മുന്നേ സൂചിപ്പിച്ചതുപോലെ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ജോലി സാധ്യതകളൊക്കെ ഒരുപാട്, ഇത് ഡൽഹി എന്ന് പറയുമ്പം ഒരുപാട് എംബസികളും അങ്ങനെ ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്താണ്. അപ്പോൾ അവസരങ്ങൾ കൂടുകയാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിന്റെ ആ ഒരു സ്കില്ലും ഭയങ്കരമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മളെ പുറത്തുനിന്നൊക്കെ ഉള്ള ഓരോരോ രാജ്യത്തിലൊക്കെ പ്രസിഡന്റുമാരും അങ്ങനെയൊക്കെ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സാർമാരാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇങ്ങനത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൂടെ നമുക്ക് കിട്ടുന്നത്. 2 സൈഡുകളുണ്ട്. ഒന്നുകിൽ നമുക്ക് ഒരു അടിച്ചുപൊളി ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു 2 വർഷം വളരെയധികം നല്ല രീതിയിൽ വേസ്റ്റ് ആക്കാൻ കഴിയും. അല്ലെങ്കിൽ രണ്ടും, അക്കാഡമിക്സും 2 രീതിയിലും എക്സ്പോഷറും 2 കൂടെ നമുക്ക് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ ആ ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഗേൾസിനോട് പറയാനുള്ളത്, നമുക്കിപ്പം ജാമ്യയിലെ എൻട്രൻസ് ഡൽഹിയിൽ പോയി എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് തിരുവനന്തപുരത്ത് സെന്റർ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഉപയോഗിക്കുക. വീട്ടിൽ നിന്ന് വിടാത്ത അല്ലെങ്കിൽ വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളൊരു ഗോള് സെറ്റിൽ ചെയ്യുക. ആ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും നമുക്ക് കിട്ടും. സെലക്റ്റഡ് ആയാൽ നമുക്ക് എന്തായാലും പഠിക്കാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. എല്ലാവർക്കും ഒരുപാട് കുട്ടികളുടെ ആഗ്രഹമാണ് ഇങ്ങനത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവസാനം ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ഷാദിയ. JMAയിലേക്ക് ഷാദിയ വളരെ ഹൃദ്യമായി മനോഹരമായി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മളെ സമയം നമുക്ക് വലിയൊരു പ്രയാസമാണ്. ഓൺലൈനിൽ ഒരുപാട് ദീർഘസമയം നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ തന്നെയാണ് പ്രധാനം. ഇവരോടൊക്കെ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ആളുകൾ ഒന്ന് വളരെ ബ്രീഫ് ചെയ്തുകൊണ്ട് അവരുടെ ക്യാമ്പസിനെ, അവരുടെ ജസ്റ്റ് ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ സന്തോഷമാണ്. ആ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കഷനിലേക്ക് പെട്ടെന്ന് കയറേണ്ടതുണ്ട്. അടുത്തതായി നമ്മളോട് BHU അല്ലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അഡ്രസ് ചെയ്യാൻ വേണ്ടി മുഹമ്മദ് ആഷിഖ്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. أيها الإخوة وطلاب الأعزاء، يسرني ويسعدني أن ألقي إليكم حول قسمة اللغة العربية من جامعة بنارس الهندوسية فارناسي. أولا أنا أشكر لكم لإعطاء هذه الفرصة for Lingua Academy. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അറബിക് പഠനത്തിന് വേണ്ടി പ്രവേശനം ലഭിക്കുന്നതിന്റെ എൻട്രൻസ് ടെസ്റ്റുകളും മറ്റു പരീക്ഷകളൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വെബിനാർ സംഘടിപ്പിക്കുകയും നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളെ അതിലേക്ക് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് വളരെയേറെ പ്രശംസനീയമായ കാര്യമാണ്. വളരെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, അവിടുത്തെ അറബിക് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നിങ്ങളുമായിട്ട് സംവദിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയും അവിടുത്തെ അറബിക് ഡിപ്പാർട്ട്മെന്റ് വളരെയേറെ പഴക്കം ചെന്ന, വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. നിലവിൽ UG, PG, PhD മറ്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൊതുവെ അറബിക് പഠനത്തിന് വേണ്ടി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതിൽ പലർക്കും ആശങ്ക ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ അത്ര തന്നെ താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷനാണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഉത്തർപ്രദേശിലായതുകൊണ്ടോ
വാരണാസി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പിന്തി ഒരു പിന്തിരിപ്പൻ സ്വഭാവമായിരിക്കും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നുള്ളത് CUT ത്രൂ അപ്ലൈ നമ്മൾ ചെയ്യുമ്പോൾ ഇഫ്ലൂവിന് ശേഷം അതല്ലെങ്കിൽ JNUവിന് ശേഷം ഒരു മൂന്നാമതൊരു ഓപ്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറബിക് പഠനത്തിന് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർ കമർ ഷാബാൻ അടക്കമുള്ള ഡോക്ടർ റൈഹൻ സാർ അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ അറബിക് മേഖലയിൽ വളരെയേറെ ശ്രദ്ധയാർജിക്കുന്ന സ്കില്ലഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ PG കഴിഞ്ഞിറങ്ങുമ്പോൾ അതല്ലെങ്കിൽ UG PhD ആവട്ടെ അവിടുത്തെ ഏത് കോഴ്സുകൾ കഴിഞ്ഞിറങ്ങുമ്പോഴും ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു വാല്യൂ നമ്മുടെ സർട്ടിഫിക്കറ്റിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ലഭ്യമാകും. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ സംസാരിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞു നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മുടെ പഠനം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ അതെല്ലാം BHUവിലും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് BHUവിലൊക്കെ ഒരുപാട് ഫോറിനേഴ്സ്, അതായത് ഫോറിനേഴ്സ് എന്ന് പറയുമ്പോൾ അറബിക് ഭാഷ അവരുടെ നാഷണൽ ഭാഷയായിട്ടുള്ള ഇറാഖികള് മിസ്രികള് അവരൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യേന നമുക്ക് അവരായിട്ട് സംസാരിക്കാൻ അവരൊക്കെ വളരെ താല്പര്യമാണ്. അവരുടെ ഭാഷ സംസാരിക്കുമ്പോൾ നമ്മളെ വളരെയേറെ സപ്പോർട്ടീവായിട്ട് നമുക്ക് നമ്മുടെ സ്കില്ല് അവരോട് സംസാരിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം, അത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നീട് BHUവിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നമ്മൾ അറബിക് പഠിക്കുന്നതോടൊപ്പം തന്നെ അവിടെ പ്രത്യേകമായിട്ടുള്ള ഡിപ്ലോമകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ലഭ്യമാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും ലഭ്യമാണ്. പക്ഷെ BHUവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് മാത്രം അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അറബിയോടൊപ്പം ജർമ്മൻ അതല്ലെങ്കിൽ ജാപ്പനീസ്, ചൈനീസ്, കൊറിയ അങ്ങനെ ഏത് ഫോറിൻ ലാംഗ്വേജ് ആകട്ടെ മറ്റുള്ള ഭാഷകളാകട്ടെ അതൊക്കെ നമുക്ക് ചൂസ് ചെയ്തിട്ട് പഠിക്കാൻ കൂടി ഒരു അവസരമുണ്ട്. അത്തരത്തില് ഒരുപാട് ഫെസിലിറ്റീസ്, ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് BHU പോലെയുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭിക്കും. പിന്നെ അവസാനമായിട്ട് സമയം വളരെ ഹ്രസ്വമാണെന്ന് അഡ്മിൻ സൂചിപ്പിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഞാൻ അധികം ഒന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, പലപ്പോഴായിട്ട് പല വിദ്യാർത്ഥികളും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അഡ്മിഷൻ വേളകളിലൊക്കെ ഒഴിവാക്കുന്ന, ഇനി അവിടെ കിട്ടിക്കൊണ്ട് പോകേണ്ട എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. നിലവിലിപ്പോ ഫുവാദ് പറഞ്ഞതുപോലെ ഇഫ്ലൂയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളത് അറബിക് ഡിപ്പാർട്ട്മെന്റിൽ എന്ന പോലെ BHUവിൽ 11ഓളം മലയാളി വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നുണ്ട് അറബിക് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ നിരവധി വിദ്യാർത്ഥികളും വരുന്നുണ്ട്. പക്ഷേ ഉയർന്ന മാർക്ക് കിട്ടിയ പല വിദ്യാർത്ഥികളും ഇത്തരത്തിലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവസരം കിട്ടിയിട്ട് ജോയിൻ ചെയ്യാതെ നാട്ടിൽ സാധാ കോളേജുകളിലോ മറ്റുള്ള അറബി കോളേജിലൊക്കെ പോകുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. അപ്പോൾ അങ്ങനത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വാരണാസി എന്നുള്ളത് വളരെ കൂളായിട്ടുള്ള, വളരെ കാമായിട്ടുള്ള, കൾച്ചർപരമായിട്ട് നമ്മളേറെ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളൊക്കെ വാരണാസിയെ കുറിച്ച് അറിയുകയാണെങ്കിൽ നിങ്ങളൊക്കെ അവിടെ ഒരിക്കലെങ്കിലും സന്ദർശിക്കാനൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Q&A സെക്ഷനിൽ ചോദിക്കാം, അതല്ലെങ്കിൽ ഗ്രൂപ്പ് വഴിയോ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം. ഏതായിരുന്നാലും BHU അതിന്റെ ഒരു വിശാലമായ ലോകത്തേക്ക് നമ്മളെ കൈപ്പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള മുഹമ്മദ് ആഷിഖ്, അദ്ദേഹത്തിന് എല്ലാ കൃതജ്ഞതയും അറിയിക്കുകയാണ്. വോയിസ് ഞാൻ ഏതായാലും പിന്നെ ജോയിൻ ചെയ്ത ആളുകൾക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് അവ്യക്തത ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാണ്. നമ്മളെ കോഴ്സിന്റെ ജസ്റ്റ് ഒരു കൂടി സൂചിപ്പിക്കുക. ഹൈബ്രിഡ് 2 തരം കോഴ്സുകളാണ്. ഓൺലൈൻ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ ബ്ലെൻഡഡ് ഹൈബ്രിഡ് രീതിയിലും നമുക്ക് കോഴ്സുകൾ ഉണ്ട്. അതിൽ തന്നെ സിലബസുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു ദിവസം ഇടവിട്ടുകൊണ്ട് നമുക്ക് പ്രത്യേക മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അത് തന്നെ വീക്കെൻഡിൽ നമുക്ക് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ CUT മോഡൽ തന്നെ നമുക്ക് ഒരു മെഗാ രീതിയിൽ മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ചാപ്റ്റർ വൈസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. റെക്കോർഡുകൾ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ PYQ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്.
ടൈം പറയുന്നത് ഓൺലൈൻ 8 മണി മുതൽ 9-9:15 വരെയുള്ള സമയത്തിലാണ് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത്. അതിൽ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് വരുന്നത് ഹൈബ്രിഡിൽ ശനി ഞായർ ദിവസങ്ങളിൽ 9:30 മുതൽ 3:30 വരെയാണ് നമ്മളെ സമയവും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളെ ഫീ സ്ട്രക്ചർ ശരിക്കും 3000 രൂപയാണ് നമ്മളെ പിന്നെ ഹൈബ്രിഡ് മോഡിനുള്ളത്. നമുക്ക് ഈ വിഷയങ്ങളുമായിട്ടൊരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സമയം ദൈർഘ്യം ഭയപ്പെടുന്നുണ്ട്. മുസ്ലിഹ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് കാതോർത്തുകൊണ്ട് ഡിസ്കഷനിലേക്ക് പെട്ടെന്ന് കടന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. സമയം ദീർഘിപ്പിക്കുകയല്ല. ഈ ഒരു സെഷന്റെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ കുറച്ച് സമയം കൂടി ഞങ്ങളെ ഫോർലിംഗൊക്കെ വേണ്ടി, നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ സഹിക്കും, ക്ഷമിക്കും എന്ന് കരുതിക്കൊണ്ട്. മുസ്ലിഹ് ശബ്ദം കേൾക്കുന്നുണ്ടോ മുസ്ലിഹ് സാർ? ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഇഫ്ലുവിൽ വളരെ ഡൈനാമിക് ആയിട്ട് ഒരുപാട് അധ്യാപകരുമായി നല്ല നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ ഒരു അപൂർവ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മുസ്ലിഹ്. അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യ യാത്രകളെ വളരെ ഹ്രസ്വമായി നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മളുടെ Q&A സെഷനിൽ കൂടുതൽ പറയാം. പിന്നെ ചെറിയൊരു കാര്യം മാത്രം സൂചിപ്പിക്കുക തുടക്കത്തിൽ. ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ ഇപ്പൊ ഒരുവിധം എല്ലാ കോഴ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ അവിടേക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും. ഞാൻ അതിലേക്ക് ഒരു ആഡ് വൺ എന്നുള്ള ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള തന്നെ ഒരു CUET പഠിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി. പിന്നെ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പഠിച്ചിട്ട് ഒരു ജോബാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ അതിന് കുറെ ആളുകൾ ആ ജോബിനെ കുറിച്ച് പരാമർശിച്ചതിന് മുമ്പ് പക്ഷേ അതിലേക്ക് ചില സൂചനകൾ കൂടെ തരാം. നിങ്ങൾ ഇപ്പോ തുടങ്ങേണ്ട ചില കാര്യങ്ങൾ ബേസ് മുതൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പല ആളുകൾക്കും ഞാൻ പറയാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ലെവലിൽ നിങ്ങൾ പലപ്പോഴും പിന്നിലായിരിക്കും കുറച്ചൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ അഫ്ദലുൽ ഉലമ പ്രിലിമിനറി മുതൽ ഡിഗ്രി വരെ പഠിച്ചിട്ട് ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ എല്ലാവരോടും ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് എത്ര ആളുകൾ കമ്മ്യൂണിക്കേഷന്റെ ഇതിൽ മുമ്പിൽ എത്തും, അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ അറബിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒന്ന് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് സംസാരിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആളുകൾ മാത്രം, അല്ലെങ്കിൽ 1-2 ആളുകൾ മാത്രമേ ധൈര്യമായിട്ട് പറയുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് അത് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള ഒരു ബീഅത്തില്ല എന്ന് നമ്മൾ പറയും, ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല, ഒരു എൻവയോൺമെന്റ് ഇല്ല. നമ്മൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കൊരു ചടപ്പ്, നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ കളിയാക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അങ്ങനെ കളിയാക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അവിടെയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് നമ്മളുടെ ഭാഷ അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് മാറ്റം ഉണ്ടാവും, അതിന്റെ ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാവും. നമ്മളോട് മറ്റുള്ള കുട്ടികൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഒരു CUET എന്ന് എഴുതാതെ തന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ ഒരു കോളേജിൽ ചേർന്ന് നിന്നിരിക്കുക, അവിടെയുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കുക തമിഴിലാവില്ല, കാരണം അവർക്കറിയാം നിങ്ങൾക്ക് തമിഴ് അറിയില്ല എന്നുള്ളത്. അപ്പം നിങ്ങളോട് ഒരു പക്ഷെ സംവദിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ഭാഷയെങ്കിലും ഇംപ്രൂവ് ആയിരിക്കും. ഞാനൊരു ചെറിയൊരു ഒരു ഉദാഹരണം പറയാം, ലീസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക. അപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ആളുകളോട് അധ്യാപകമായിട്ട് ചിലപ്പോൾ സംസാരിക്കുക ഇംഗ്ലീഷിലായിരിക്കും, അറബിയിലായിരിക്കും, അവിടെയുള്ള ആ നാട്ടിലുള്ള ഭാഷ ഉണ്ടായിരിക്കും. ഇപ്പം കർണാടകയിലാണെന്നുണ്ടെങ്കിൽ കന്നഡ ഉണ്ടാവും, ഹൈദരാബാദിൽ തെലുങ്ക് ഉണ്ടാവും, ഉറുദു ഉണ്ടാവും. ഇങ്ങനെ ഈ ഭാഷകളിലൊക്കെ നമ്മൾക്കൊരു ഫ്ലുവൻസി കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഏതൊരു കോർ സ്കില്ലാണ് നമ്മൾക്കുള്ളത്, അറബി ആണെങ്കിൽ അറബി, അതിൽ ഒരു മാറ്റം ഉണ്ടാവും, ഇംഗ്ലീഷിന് മാറ്റം. എന്തിനാ അത് പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക്? ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ജോബാണ് എല്ലാവരുടെയും ലക്ഷ്യം, ഒരു ജോലിയാണ്. ഈ ജോലിയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും. ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ് അവർ ആദ്യം ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയൊരു ബ്രേക്ക് ഒക്കെ വന്നാൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആരായിരിക്കും നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് അവരെ വിലയിരുത്തും. എന്നിട്ട് അതിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് പലപ്പോഴും ജോലി കിട്ടുക. അത് ഒന്നാമത്തെ ഒരു കാര്യം, കമ്മ്യൂണിക്കേഷൻ ആണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങണം ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ. ഇത് നിങ്ങളുടെ എക്സ്ട്രാ ആഡ് ഓൺ കോഴ്സസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അപ്പോൾ ഒരു കോഴ്സിലോ 2 കോഴ്സിലോ മാത്രമായിട്ട് ഒതുങ്ങാതെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ കോർ സ്കില്ലിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്കില്ലുകൾ എന്ത് ചെയ്യുക, ആഡ് ഓൺ സ്കില്ലായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തോട് കൂടെ
നിങ്ങളുടെ കോർ സ്കില്ലിന്റെ പഠനത്തോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സ്കില്ല് ആഡ് ചെയ്തിട്ട് അതെല്ലാം നിങ്ങളുടെ സി വിയിൽ ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹൈദരാബാദിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുറെ കോഴ്സുകളൊക്കെ ഉണ്ട് എന്ന് അറിയുന്നതും മറ്റ് ലാംഗ്വേജുകളൊക്കെ ഈ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയുന്നതും. അതേ സമയത്ത് നമ്മളുടെ അറബിക്കിൽ പി ജി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റു കോഴ്സുകൾ, മറ്റ് ലാംഗ്വേജുകളിൽ കോഴ്സുകൾ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞതും. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്പാനിഷ് ചെയ്യാൻ പറ്റി. ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് പേർഷ്യൻ ലാംഗ്വേജ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും മറ്റുള്ള ആളുകൾ, നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലെ മറ്റുള്ള കുട്ടികളൊക്കെ 4-5 ലാംഗ്വേജ് ഒക്കെ ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ലാംഗ്വേജിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല തോന്നും. അപ്പൊ നമ്മളുടെ കോർ സ്കില്ല് കോറായിട്ടാണ് അവിടെ വെച്ചിട്ട് അതിന്റെ കൂടെ ഒരു വിങ്സ് ആയിട്ട് മറ്റ് ലാംഗ്വേജുകളും കൂടെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് തുടക്കം മുതലേ പറ്റും. അപ്പൊ അതിനാദ്യം എന്ത് ചെയ്യണം, ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണോ നമ്മൾ പോകുന്നത്, അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ യൂണിവേഴ്സിറ്റിയിൽ മറ്റെന്ത് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പൊ നേരത്തെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലടക്കം അവിടെ കൊടുക്കുന്ന കോഴ്സുകളൊക്കെ ഈ സൈഡായിട്ട് കൊടുക്കുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളടക്കം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. നിങ്ങളൊന്ന് ശരിക്കും എല്ലാ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുകൾ കയറിയിട്ട് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഈ സൈറ്റുകൾ നിങ്ങൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും എന്തായാലും നിങ്ങൾ ആ സൈറ്റുകളിലൊക്കെ കയറിയിട്ട് അവിടെ എന്തൊക്കെ കോഴ്സുകളാണ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് അവർ കൊടുക്കുന്നത്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഫ്രീ കോഴ്സുകൾ ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ പൈസക്ക് കൊടുക്കുന്ന കോഴ്സുകളുടെ എല്ലാം ഉണ്ടാവും. ഇതെല്ലാം പഠിച്ച് ഒന്ന് ഒരു ചെറിയ റിസർച്ച് നടത്തി വെക്കുക എല്ലാത്തിനെ കുറിച്ച്. അപ്പോ ഞാൻ ഇതിലപ്പുറത്തേക്ക് ഞാനൊരു കാര്യം പറയുന്നില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം എന്താ വെച്ചാൽ എല്ലാ വിഷയം ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് എന്താണ് നമ്മൾ കവർ ചെയ്യാത്തത് എന്നുള്ള പ്രശ്നം വരുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله والشكر والتقدير أرجع إليك يا دكتور مصلح. അപ്പോൾ നമുക്ക് നേരിട്ട് അദ്ദേഹം സമയക്കുറവുകൊണ്ടാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പഠിച്ചു കഴിഞ്ഞു പോയി ഒരു അറബിക് കോളേജിന്റെ പരിസരത്തിലൂടെ വിശാലമായ ഒരു ഭൂമികയിലേക്ക് ഒരുപാട് ഭാഷകളിലൂടെ വെട്ടിപ്പിടിച്ച ഒരു പ്രതിഭാസം തന്നെയാണ് ശരിക്കും മുസ്ലിം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ, ഒരുപാട് ഡിസ്കഷനിൽ എല്ലാവരും മനസ്സിൽ ഒന്നും വെക്കരുത്. നമ്മൾ ചോദിക്കാൻ അഡ്രസ്സ് ചെയ്യാൻ ഇത്ര ഒരു വേദി, ഓപ്പൺ വേദി നമുക്ക് പിന്നെ അങ്ങനെ കിട്ടൂല. നമ്മളെ കരിയറിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം ഇത് എന്ന് കരുതിയിട്ട് മനസ്സിലുള്ളത് ചോദിക്കാൻ വേണ്ടി എല്ലാവരോടും ഓപ്പൺ ടു ആൾ. ഹാദിഹി ഹിയ മുനാഖശ മഫ്തൂഹ അലൈക്കും. അപ്പൊ ആരുണ്ടെങ്കിലും ഫല്ലതഫല്ലലു വമൻ യുരീദ് അൻ യുവജ്ജിഹ സുആൽ വൽ അസ്ഇല ഇലാ ഹാദിഹിൽ അസാതിദ അവ അത്വലബ. ഈ ഇത്രയും ഇതുള്ള ആളുകളിലേക്ക് ചോദ്യങ്ങൾ. അതിപ്പോ ഞാനിപ്പോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി ചെയ്തത്, എക്കണോമിക്സ് ആണ് ചെയ്തത്. അപ്പൊ എനിക്ക് ഈ CUET PG അറബിക്കിൽ ചേരാൻ താല്പര്യമുണ്ട്. അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അറബിക്ക് PG ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് എങ്ങനെ CUET PG അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ. അതായത് നിങ്ങൾ CUETയുടെ ബുള്ളറ്റിൻ ചെക്ക് ചെയ്യാം. അതില് MA അറബിക്കിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോമൺ ആയിരിക്കും. അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എക്കണോമിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് എക്കണോമിക്സ് ആയാലും ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ട്. CUETന്റെ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. നിങ്ങളെ ഇതുപോലത്തെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്താൽ അവർ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും. ബുള്ളറ്റിൻ ഉണ്ടാവും. CUETയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു PDF. അതിൽ ചെറിയൊരു കാര്യം ചോദിച്ചുതരാം. നമ്മളെ ഫൈഫിലൊക്കെ പറയുന്നുണ്ട് ചില ഇതിലൊക്കെ MA അറബിക് അല്ലെങ്കിൽ MA സ്പാനിഷ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവർക്ക് മുമ്പത്തെ അപ്പൊ MA ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ MA അറബിക്കിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റി ഒരേപോലെ ആവില്ല, പക്ഷെ ചില യൂണിവേഴ്സിറ്റിന്റെ ക്രൈറ്റീരിയ മാറ്റുണ്ട്. അപ്പൊ ഞാൻ പറയാം, നമ്മൾക്ക് മുമ്പ് ഈ ഒരു നമ്മൾ ലെവല് പറയുന്നുണ്ട്. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ A1 A2 B1 B2 C1 C2 അങ്ങനെ ഈ B1 B2 ലെവലെങ്കിലും മിനിമം വേണം എന്ന് ചില യൂണിവേഴ്സിറ്റികൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് മുമ്പത്തെ ചിലപ്പോൾ നമ്മൾക്ക് ദറസിൽ പഠിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. MA അറബിക്കിൽ പല യൂണിവേഴ്സിറ്റികളും അത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇഫിലൊക്കെ മുന്നേ ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് റെഫർ ചെയ്യണം, എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ അവസാനമായിട്ട് ഇഫ്ലു യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സുഹൃത്ത് MA സ്പാനിഷിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവന് നല്ല സ്കിൽഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ സ്പാനിഷിൽ A1 A2 B1 B2 ലെവലിന്റെ സർട്ടിഫിക്കേഷൻ വെച്ചപ്പോഴാണ് MA സ്പാനിഷിന് അവന് അഡ്മിഷൻ കൊടുത്തത്. അത് പ്രത്യേകിച്ച് നമ്മൾക്ക് എന്ത് വേണ്ട, ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണമെന്നില്ല, പക്ഷെ അതിലൊരു ബേസ് ആയിട്ട്
നമ്മൾക്ക് എന്തെങ്കിലും സ്കിൽ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ചില ഭാഗത്തുനിന്നൊരു കേട്ടതാണ് എന്ത് ഈ CUT PG അറബിക്കിൽ നമുക്ക് ഈ 80% എബവ് മാർക്ക് വാങ്ങിയാൽ ചില യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ നേരിട്ട് അഡ്മിഷൻ കിട്ടും, ഡിഗ്രിയോ അല്ലെങ്കിൽ ഇങ്ങനെ A1 A2 B1 B2 സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നൊക്കെ കേട്ടതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അതായത് മുസ്ലിം സാർ അവർ ചോദിക്കുന്നത് CUT എൻട്രൻസ് ടെസ്റ്റുകളിൽ 80% അതിന്റെ അബോ ഒക്കെ മാർക്ക് കിട്ടിയാൽ ഈ ഒരു ക്രൈറ്റീരിയൻ വെക്കാതെ തന്നെ നിരുപാധികം അവർക്ക് ഒരു സീറ്റ് കൊടുക്കാവുന്ന രീതിയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട്, ഈ ഒരു B1 B2 ലെവലുകളൊന്നും പരിഗണിക്കാതെ. അതുണ്ടോന്നാണ് ചോദ്യം. ഉണ്ടായേക്കാം, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അത് എല്ലാ യൂണിവേഴ്സിറ്റി ഒരേപോലെ ആവണമെന്നില്ല. CUT കഴിഞ്ഞിട്ട് നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പ്രോസസ്സിന് വരുമ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പം എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേപോലെ അതിന് സമ്മതിച്ചോളണം എന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ചെയ്യേണ്ടി വരും. ഈ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു ബേസ് അവർ കൊടുത്തിട്ടുണ്ടാവും എല്ലാ യൂണിവേഴ്സിറ്റികളും. അപ്പോൾ ആ ഒരു ഇതിലൊന്ന് റിസർച്ച് നടത്തുന്നത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് കൊടുക്കുന്നതെന്നുള്ള. ഓക്കെ ഉപ്പൈദ് ഭായ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൈറ്റിൽ ഒന്ന് കയറിയിട്ട് നോക്കാം, ഇല്ലെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്നും അതിന്റെ ഒരു സംഗതികൾ നോക്കിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിൽ ഒരു അപ്പോൾ അപ്ഡേഷൻ കൊടുക്കാം. ഏതായാലും ഈ കോൺടാക്റ്റിൽ നിന്നോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു റെഫറൻസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മൾക്കൊന്ന് റിസർച്ച് എടുത്തിട്ട് ഇതിലൊരു അപ്ഡേഷൻ തരാം. ലാസ്റ്റ് എന്തായാലും കോൺടാക്ട് ഉണ്ടാവുന്നതാണ്. സർ, അതായത് CUET സൈറ്റിൽ നമ്മൾ കയറിയാൽ അതിൽ ഓരോ കോഴ്സും നമ്മൾ അടിച്ചു നോക്കുമ്പോൾ അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് CUETന്റെ അണ്ടറിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും ക്ലിക്ക് ചെയ്താൽ അവരുടെ സൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ സൈറ്റിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാൻ പറ്റും. ഈ പരീക്ഷ CUT എപ്പോഴാണെന്ന് പറഞ്ഞുതരുമോ? മാർച്ച് 5 തൊട്ട് 30 വരെ, അതായത് മാർച്ച് മാസം മുഴുവനായിട്ട് എക്സാം ഉണ്ടാവും. പിന്നല്ല, ഇത് അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് എന്നാ? ഫെബ്രുവരി 1. ഒരു ദിവസമല്ല ഉണ്ടാകുക എക്സാം? അതായത് ഓരോ പേപ്പറിനും ഓരോ ദിവസമായിരിക്കും. ഒരുപാട് പേപ്പറിന്റെ എക്സാമുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോന്നിനും ഓരോ ദിവസമായിരിക്കും. അല്ല, പിന്നെ യൂണിവേഴ്സിറ്റി കട്ട് ഓഫ് എങ്ങനെ വരുന്നതെന്ന് അറിയാം? കുറച്ച് യൂണിവേഴ്സിറ്റി ഉണ്ടായതുകൊണ്ട് അറബിക്കിൽ കട്ട് ഓഫ് എങ്ങനെയാണെന്ന്. 280 മുകൾക്കാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ അവസാനത്തെ ഇതിലെ ബാച്ചില് 280 മുകളിലാണ് മനസ്സിലാക്കുന്നത് ജാമ്യയില് കിട്ടിയിട്ടുള്ളത്. അതിന് താഴെ ഇപ്പൊ 280 ഇപ്പൊ നമ്മുടെ ഓറിയന്റേഷൻ ക്ലാസ് റഫീലത്തുള്ളത്. അവള് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജാമ്യയില് അഡ്മിഷൻ നടത്തുന്നത്. അതിന് താഴെ 280 താഴെ 250 വരെയാണ് ഇഫ്ലൂല് കട്ട് ഓഫ് വരുന്നത്. അതിന് താഴെയാണ് പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അതിന് താഴെ ആയിട്ട് വരുന്നുണ്ട്. ബാക്കി യൂണിവേഴ്സിറ്റിയിൽ ആളുകൾ പറയാം. എന്റെ പേര് അൻവർ സാദ്, ഞാൻ അൻവാർ ഇസ്ലാം അറബിക് കോളേജിൽ അഫ്സലുമ 3rd ഇയർ വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ബോയ്സിന് ഫ്രീ ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഹോസ്റ്റൽ സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, സ്വാഭാവികമായിട്ടും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഫണ്ടിങ് ഉണ്ടാവില്ല. അപ്പൊ അതിനെന്തെങ്കിലും മീൻസ് പാർട്ട് ടൈം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മേലെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ക്ലിയർ പറഞ്ഞോളൂ. ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് ഞാൻ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഹോസ്റ്റല് അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ ഒക്കെ. അതായത് അലിഗഡിൽ പൊതുവെ ഹോസ്റ്റല് സൗകര്യമുണ്ട്. ഹോസ്റ്റലിൽ പ്രത്യേക ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ ഒരു പൈസ എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് PG ചെയ്യാൻ പറ്റിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് നമുക്ക് അലിഗഡ് എന്ന് പറയാം. കാരണം പൊതുവെ അവിടെ എല്ലാ ഫീസ് സ്ട്രക്ചർ ആവട്ടെ, അല്ലാതെ നമ്മുടെ മെസ് ഫീ മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത്. നമുക്ക് ഹോസ്റ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഫീ ഒന്നുമില്ല. ഈ മെസ് ഫീ തന്നെ 1500 1400 ഇതാണ് അവിടുത്തെ ഒരു ലെവൽ. അത് ഒരു മാസത്തിന്. നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ വെറും 40-50 റേഞ്ചാണ് നമുക്ക് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് അവർ നൽകുന്ന പ്രത്യേക സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. ഇതിന് നമ്മൾ അപേക്ഷ കൊടുക്കുക. അത് കിട്ടിയ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ അവിടെ ഒരു ഫീ ഇല്ല എന്നുള്ളതാണ്.
കാരണം എനിക്ക് ഒരു എന്താ സ്കോളർഷിപ്പ് കിട്ടി ഫുഡിൻ്റെത്. അതുകൊണ്ട് തന്നെ മെസ് ഫീ ഇല്ല, പിന്നെ ഹോസ്റ്റൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നമുള്ളത് അലിഗഡിൽ കഴിഞ്ഞ വർഷം മുതൽ ഈ ഹോസ്റ്റൽ ലഭിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വി സി മാറി, അപ്പം അതിനൊക്കെ മാറ്റങ്ങൾ വന്നു. ഓരോരുത്തർക്കും അവിടെ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഹോസ്റ്റൽ സൗകര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യുന്നതിൽ അലിഗഡ് ഒരു മികച്ചൊരു ഓപ്ഷനാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ ജാമിയ മില്ലിയ, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ രണ്ടിടത്തോടു കൂടി ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ എന്തെങ്കിലും. ജാമിയനെ പറ്റി പറയാം. ജാമിയയില് ബോയ്സിനും ഗേൾസിനും ഹോസ്റ്റലുണ്ട്. പക്ഷെ ജാമിയയില് എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടണം എന്നില്ല. അതായത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും നിൽക്കാനുള്ള സൗകര്യമുള്ള ഹോസ്റ്റൽ അവിടെ ഇല്ല. അപ്പോൾ അപ്ലിക്കേഷൻ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് ഹോസ്റ്റലിനെ സെലക്ട് ചെയ്യുന്നത്. ഹോസ്റ്റൽ ഫീ വരുന്നത് ടോട്ടൽ ഇയർ നോക്കുമ്പോൾ 35,000 40 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ ഡൽഹിയിൽ പുറത്ത് നിൽക്കാൻ വളരെ ചീപ്പാണ്. അതായത് ആ ഒരു ഏരിയയിലൊക്കെ ജാമിയ ഏരിയയിൽ റൂമുകൾ നമുക്ക് വളരെയധികം റെന്റ് ഇല്ല, അങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് പാർട്ട് ടൈം ജോബുകൾക്കൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു മാർഗവും നോക്കാം. ബി എച്ച് യുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി എച്ച് യുവില് ഏറ്റവും കൂടുതൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ലഭ്യമാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് യൂണിവേഴ്സിറ്റി. എന്നാലും എല്ലാ സ്റ്റുഡൻസിനും ഹോസ്റ്റലിൽ കിട്ടിക്കോളണമെന്നില്ല. ഇതുവരെയുള്ള എല്ലാ മലയാളീസിനും അറബി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു ഇതെല്ലാം അത് കിട്ടാനുള്ള സഹായങ്ങളൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, നമ്മുടെ പ്രൊഫസേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് ആണെങ്കിലൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മളായിരിക്കും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരിഗണന ഉണ്ടാവും. പിന്നെ ഹോസ്റ്റൽ ഫീ വരുന്നത് ഒരു സെമസ്റ്ററിന് 3000 ആ ഒരു റേഞ്ചിലാണ്. പിന്നെ മെസ് ഫീ ആയിട്ട് വരുന്നത് ഒരു നേരത്തിന് 50 രൂപ എന്നുള്ള നിരക്കിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമിൽ നിന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ രീതികൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെലവ് ചുരുക്കാം. ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ പോകണമെങ്കിൽ ഒരു 3000-ന് താഴെ ഒരു മാസ ചെലവ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാം. പിന്നെ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് ഒന്നും നൽകുന്നില്ല. പൊതുവെ നമുക്ക് ഈ ഗ്രാൻസ് NSP പോലത്തെ സ്കോളർഷിപ്പിനൊക്കെ അപേക്ഷിച്ച് യോഗ്യരാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സ്കോളർഷിപ്പും ക്രാക്ക് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, ബി എച്ച് യുവില് ഈ കോഴ്സ് ഫീ വളരെ കുറവാണ്. അതായത് ഒരു ഇയറിന് മൊത്തത്തിൽ 3000 സംതിങ് ആയിട്ട് നമുക്ക് കോഴ്സ് ഫീ വരുന്നുള്ളൂ. മറ്റുള്ള ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ നല്ല കോഴ്സ് ഫീ ആയിട്ടുണ്ട്. അപ്പൊ ബി എച്ച് യുവിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അറബിക്കിനൊക്കെ വളരെ ചീപ്പായിട്ടാണ് സെമസ്റ്റർ വൈസിൽ ഫീ വരുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക. അപ്പം ഇഫ്ലൂല് 250 രൂപയാണ് ഇപ്പോൾ ഹോസ്റ്റലിന്റെ ഫീ വരുന്നത്. പക്ഷെ മെസ് ഫീ കുറച്ച് കൂടുതലുണ്ടാവും. പക്ഷേ ഒരുവിധ യൂണിവേഴ്സിറ്റികളെല്ലാം നമ്മൾ ഈ MA അറബിക്കിനോ അല്ലെങ്കിൽ മറ്റേത് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പുകളുണ്ട്. അപ്പം മാക്സിമം ഒരുവിധം സ്കോളർഷിപ്പുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ പലവിധ ഫീസിനെയും സെമസ്റ്റർ ഫീസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കൂടെയുള്ള ആളുകൾ ഒരുവിധ ആളുകളൊക്കെ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പിന്നെ ആ സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാം. ഞാനിപ്പോ ഡിഗ്രി 3rd ഇയർ പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ CUT എക്സാം മാർച്ചിലാണെന്ന്. അപ്പൊ നമുക്ക് 6th സെം മാർച്ചിലല്ല നടക്കുന്നത്. അപ്പൊ നമ്മൾ റിസൾട്ട് വന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത കൊല്ലാണോ അപേക്ഷിക്കാൻ കഴിയുക? അല്ലല്ല, ആ സമയത്തേക്ക് റിസൾട്ട് വന്നോളൂ. അപ്പൊ മാർച്ചിൽ റിസൾട്ട് വരില്ലല്ലോ. 6th സെം അത് അപ്ലൈ ചെയ്യാൻ റിസൾട്ടിന്റെ ആവശ്യമില്ലല്ലോ. അതിന് അപ്പിയറിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ സമയത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ അഡ്മിഷൻ കിട്ടിയിട്ട് പിന്നെ അവിടെ ഉള്ള പ്രൊസീജിയർ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്മളെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് അപ്പിയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇഫ്ലൂല് പിന്നെ 2 ഇയറിനായിട്ട് കോഴ്സിന് ആകെ വരുന്ന ഫീ എന്ന് പറഞ്ഞത് ഏകദേശം 1000 സംതിങ് ആണ്. അത് ഓരോ സെമസ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് നമുക്ക് ഫസ്റ്റ് സെമ്മിന് ഏകദേശം 4000 സംതിങ് ക്ലിയർ ആയില്ല, ഒന്നുകൂടി ക്ലിയർ ആയില്ല. അതായത് 4 സെമ്മിൽ കൂടെ ആകെ 8000 രൂപയാണ്, 8000 സംതിങ് ആണ് നമുക്ക് അടക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സെമ്മില് ഏകദേശം 4000 സംതിങ് രൂപ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് അടക്കണം. അതിന് പുറമെ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ടും കുറച്ച് പൈസ അത് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ അവസാനം നമ്മൾ
പി ജി കഴിഞ്ഞ സമയത്ത് ആ കിട്ടും. പിന്നെ പല മെസ്സിലും അതുപോലെ ഹോസ്റ്റൽ ഫീ ഒക്കെ മുസ്ലിങ്ങൾ സൂചിപ്പിച്ചത് 250 രൂപയാണ് നമ്മൾ ഇതിന് ഹോസ്റ്റൽ ഫീ വരുന്നത്. പിന്നെ അവിടെ ഇഫ്ലു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, MCM എന്ന സ്കോളർഷിപ്പ്. അത് നമുക്ക് ഏകദേശം ഒരു വർഷം 8000 രൂപയോളം നമുക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടും. ഇഫ്ലുവിന്റെ സ്കോളർഷിപ്പാണ്. പിന്നെ 2 വർഷത്തിൽ ഏകദേശം 16,000 രൂപ നമുക്ക് സ്കോളർഷിപ്പായിട്ട് നമുക്ക് കിട്ടും. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, CUET എക്സാം നടക്കുമ്പോൾ നമ്മൾ എക്സാം വരുമോ എന്നുള്ളത്. അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വന്നാൽ പൊതുവെ ഓരോരോ സംഘടനകളും പാർട്ടികളും ഒക്കെ ഇടപെട്ട് അത് മാറ്റാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഉള്ള സംഘടനകളിലേക്ക് ആ ഒരു കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഓക്കെ, ക്ലിയർ. ബനാറസ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ഈ ഡൽഹി ജാമ്യ അതുപോലെ തന്നെ ജാനിബൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള യാത്ര അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞു. ബനാറസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രെയിന് കേരളത്തിൽ നിന്ന് ഒറ്റ ട്രെയിനുള്ളൂ. പിന്നെ ഫ്ലൈറ്റ് വഴി പോകാം, പിന്നെ ഡൽഹി വഴി പോകാം, മുംബൈ വഴി ഒക്കെ പോവാം. ജാമ്യയിൽ പറയുകയാണെങ്കിൽ ഇത് ഫ്ലൈറ്റ് വഴി പോവാം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഡെയിലി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് ട്രെയിൻ ഉണ്ട്, അങ്ങനെ ആയാലും പോവാം. അതുപോലെ ബനാറസിലേക്കാണെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ളതെന്ന് പറയാൻ പറ്റും ഏകദേശം? ബനാറസിലേക്കാണെങ്കിൽ 50 മണിക്കൂർ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ ക്വറീസുകളോ ഉണ്ടോ? ഏതായിരുന്നാലും നമ്മളൊരു ഓറിയന്റേഷൻ എന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ഇതിൽ കുറഞ്ഞ സമയം കൊണ്ട് വന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുകയാണ് എനിക്ക്. കൂടുതൽ ആർക്കും ഒന്നുമില്ലല്ലോ ഇതിൽ. സത്യത്തിൽ നമ്മളെ കൂടെ ഇനിയും അലീഗഡിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിൽ ചേരാൻ ലിസ്റ്റിലുള്ള ആളുകളും പുറത്തൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെ സമയപരിമിതി കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ. ഞാൻ നേരത്തെ അമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ, അമീനെ വിളിച്ചിട്ടില്ല. അതുപോലെ അൻസിൽ ഇതിൽ പിന്നെ ആ സമയത്ത് ഉണ്ടായിട്ടില്ല, എന്താണെന്ന് അറിയില്ല. നമ്മളെ സമയം പരിഗണിച്ചുകൊണ്ട് എല്ലാവരും വന്നതിൽ പ്രത്യേക താല്പര്യം കൂടി ഫോർലിങ്കോ പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ ഔദ്യോഗികമായി നന്ദിയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏതായിരുന്നാലും ഫി നിഹായത്തുൽ മത്താഫ് അന അജുഉ വവജ്ജിഹു ദഅവതി ബികുല്ലി ഹഫാവത്തിൻ لخط الشكر فؤاد عبد الحميد أستاذ مساعد في كلية السلم والسلام فليتفضل مشكورا يا أستاذ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ? നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ കേട്ടു, മനസ്സിലാക്കി. നമ്മൾ CUT പാസ്സായി നമ്മൾ മറ്റു യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാലുള്ള നേട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് തവക്കുലാക്കി മുന്നോട്ട് പോവുക, ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. നന്നായി പരിശ്രമിക്കുക, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നന്നായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മൾ എത്തേണ്ട ഖൈർ, ഏറ്റവും നല്ല ഖൈർ നമുക്ക് ലഭിക്കും. ഫോർലിങ്കോ അക്കാഡമി നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങൾക്ക് സഹായിക്കും. നിങ്ങളെ സഹായിക്കാൻ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് സഹായം ഉപയോഗപ്പെടുത്താം. വ്യക്തമായ സിലബസോടുകൂടി ഓരോ പോയിന്റും വ്യക്തമായി പഠിച്ച് നമുക്ക് ട്രയൽ ചെയ്ത് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി ഫോർലിങ്കോയിൽ ചേരാൻ താല്പര്യമില്ലാത്തവരും ചെയ്യേണ്ടത് വ്യക്തമായ സിലബസ് വിശദമായി പഠിച്ച് അതിലെ ഓരോ പോയിന്റുകളും വിട്ടുകളയാതെ നിരന്തരം പരിശ്രമിച്ച് ഇനിയുള്ള ദിവസങ്ങൾ പരിശ്രമിച്ച് ഇതിലെ ഉന്നത വിജയം നേടിയെടുക്കുകയാണ് വേണ്ടത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഫാക്കൽറ്റീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഞാൻ എല്ലാവരെയും നന്ദി പറയാണ്. ഡോക്ടർ മുഹസിൻ സർ, നജീബ് സർ, സഫ്വാൻ, ബാഹിർ, ഫാത്തിമ റഫീദ, ഫസ്നി MP, ഫസ്ബി MP, ഫുആദ്, ഷാദിയ അഷ്റഫ്, മുഹമ്മദ് ആഷിഖ്, മുസ്ലിഹ്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതോടൊപ്പം ഇതില് പങ്കെടുത്ത് ക്ഷമയോടുകൂടി കേട്ട് ഇതിലെ ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച ഓരോ വിദ്യാർത്ഥികൾക്കും, സശ്രദ്ധം കേട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.